ഓക്കെ, ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന കാര്യം എന്തായിരുന്നു? നമ്മുടെ എന്താണ് 182 ദിവസം മാത്രം അപ്ലിക്കബിൾ ആവുന്ന, അതായത് B2 കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആവാത്ത, B2 കണ്ടീഷൻ നോക്കേണ്ടാത്ത വ്യക്തികളായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ ഒന്നാമത്തെ വ്യക്തി ആരായിരുന്നു? ഇന്ത്യൻ സിറ്റിസൺ ആണ്. രണ്ടാമത്തെ വ്യക്തിയും ഇന്ത്യൻ സിറ്റിസൺ ആണ്. ഒന്നാമത്തെ വ്യക്തിയും ഇന്ത്യൻ സിറ്റിസൺ ആണ്, രണ്ടാമത്തെ വ്യക്തിയും ഇന്ത്യൻ സിറ്റിസൺ ആണ്. ഈ ഇന്ത്യൻ സിറ്റിസൺ എന്ന് പറയുമ്പോൾ അതിൽ ഒന്നാമത്തെ ആളാരാ? എംപ്ലോയ്മെന്റ് പർപ്പസിന് പോയ ആളാണ്. രണ്ടാമത്തത് ആരാണ്? രണ്ടാമത്തത് ഇന്ത്യൻ ഷിപ്പിലെ ക്രൂ മെമ്പർ ആണ്. മൂന്നാമത്തെ ടീം എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ഇന്ത്യൻ സിറ്റിസൺ ആവാം, അല്ല എങ്കിൽ അത് പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ ആവാം. പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ ആവാം. ഈ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ ആണെങ്കിൽ അവിടെ, അല്ലെങ്കിൽ ഇന്ത്യൻ സിറ്റിസൺ ആണ്, ഇവര് ഇന്ത്യ വിസിറ്റ് ചെയ്യാൻ വരികയാണ്. അങ്ങനെയാണെങ്കിലും അവരുടെ 182 ദിവസമാണ് നോക്കേണ്ടത്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതേ കണ്ടീഷൻ എല്ലാവർക്കും അപ്ലിക്കബിൾ ആണ്. 182 ഡേയ്സ് മാത്രം മതി. എന്നാൽ ഇവിടെയാണ് ഇനി അടുത്ത പോയിന്റ്. ഈ 182 ഡേയ്സ് എന്ന B1 കണ്ടീഷന് പുറമെ നമ്മൾ ആദ്യം പഠിച്ച B2 കണ്ടീഷൻ ചെറുതായിട്ടൊന്ന് റിവൈസ് ചെയ്തിട്ട് അപ്ലിക്കബിൾ ആകും. അത് ഒരാൾക്ക് മാത്രം. ആർക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ലാസ്റ്റ് പറഞ്ഞില്ലേ, ഇന്ത്യൻ സിറ്റിസൺ ഓർ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ, അയാളുടെ ഇൻകം 15 ലക്ഷത്തിൽ കൂടുതലാണെങ്കിൽ, അയാളുടെ ഇൻകം 15 ലക്ഷത്തിൽ കൂടുതലാണെങ്കിൽ, ഇന്ത്യൻ ഇൻകം കേട്ടോ, അയാളുടെ ഇന്ത്യൻ ഇൻകം 15 ലക്ഷത്തിൽ കൂടുതലാണെങ്കിൽ അയാളെ നമ്മള് ആദ്യം അയാളുടെ കണ്ടീഷൻ നമ്മൾ B1 നോക്കുക. B1 നോക്കുകയാണെങ്കിൽ അയാൾ നമ്മൾ B1 ഓക്കെ ആണെങ്കിൽ നേരെ ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്തു, ഇനി അഡീഷൻ കണ്ടീഷനും A1ഉം A2 കംപ്ലീറ്റ് ചെയ്ത് പോവുക. നേരെ മറിച്ച് ഈ B1 അയാൾ സാറ്റിസ്ഫൈഡ് അല്ല. B1 സാറ്റിസ്ഫൈഡ് അല്ലാത്ത ഒരു സാഹചര്യത്തിൽ അയാൾക്ക് B2 എന്ന റിവൈസ്ഡ് ആയിട്ടുള്ള ഒരു B2 കണ്ടീഷൻ നോക്കണം. ആ റിവൈസ്ഡ് B2 കണ്ടീഷൻ എന്താണ്? റിവൈസ്ഡ് B2 കണ്ടീഷൻ 120 ദിവസം അയാൾ പ്രീവിയസ് ഇയറിൽ ഇന്ത്യയിൽ ഉണ്ടോ നോക്കുക. അതുപോലെ തന്നെ പ്രീവിയസ് ഇയറിന്റെ മുൻപുള്ള 4 പ്രീവിയസ് ഇയറിൽ 365 ദിവസം ഇന്ത്യയിൽ ഉണ്ടോ നോക്കുക. ഈ രണ്ട് കണ്ടീഷനും ഓക്കെ ആണെങ്കിൽ അയാളെ നമ്മൾ എന്ത് വിളിക്കും? റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡന്റ് എന്നാ വിളിക്കുക. ഇത് കൺഫ്യൂഷന് നല്ല സാധ്യത ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഇതൊന്ന് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ആരുടെ കേസാണ് നമ്മൾ പറയുന്നത്? പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ അല്ലെങ്കിൽ ഇന്ത്യൻ സിറ്റിസൺ. ഈ ഇന്ത്യൻ സിറ്റിസൺ നമ്മൾ ഇതുവരെ പറഞ്ഞ പോയിന്റ് എന്താണ്? B1 മാത്രം നോക്കിയാൽ മതി. ബാക്കിയുള്ള ആളുകളുണ്ട്, ഇന്ത്യൻ സിറ്റിസൺ ഉണ്ട്, ആര് എംപ്ലോയ്മെന്റ് പർപ്പസിന് പോയ ആളുകളൊക്കെ ഉണ്ട്. പക്ഷെ അവരുടെ കേസ് ഇവിടെ ഡിസ്കസ് ചെയ്യാതെ ഈ ഒരു ലാസ്റ്റത്തെ ഈ ഒരു വ്യക്തിനെ മാത്രമേ നമ്മൾ ഡിസ്കഷനിൽ എടുത്തിട്ടുള്ളൂ. ആരാ? ഇന്ത്യൻ സിറ്റിസൺ അല്ലെങ്കിൽ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ. അവരെന്തിനു വന്നു? ഇന്ത്യ വിസിറ്റ് ചെയ്യാൻ വന്നു. അവർക്ക് B1 കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണോ നോക്കുക. B1 കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ഇനി നമ്മൾ എന്ത് ചെയ്യണം? A1 അല്ലെങ്കിൽ A2 ചെക്ക് ചെയ്യാം. എന്നിട്ട് A1ഉം A2ഉം രണ്ടും സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ റെസിഡന്റ് ആൻഡ് ഓർഡിനറി റെസിഡന്റ് എന്ന് പറയും. ഇത് നമ്മൾ പഠിച്ച സാധനം. ഇല്ലാന്നുണ്ടെങ്കിലോ ബട്ട് നോട്ട് ഓർഡിനറി റെസിഡന്റ് എന്ന് പറയും. ഇനി നമ്മൾ ശ്രദ്ധിക്കുന്നത്, B1 അയാളെ നോക്കി, B1 അയാൾ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ അയാൾക്ക് ഒരു റിവൈസ്ഡ് B2 നോക്കണം. എന്താ നോക്കേണ്ടത്? റിവൈസ്ഡ് B2 നോക്കണം. എന്താ റിവൈസ്ഡ് B2 പറഞ്ഞത്? റിവൈസ്ഡ് B2 പറഞ്ഞത് ഒരേ ഒരു കാര്യം. എന്താ ഒരേ ഒരു കാര്യം? ഇത്രയേ ഉള്ളൂ. പ്രീവിയസ് ഇയറിൽ 120 ദിവസം ഉണ്ടോ നോക്കുക, പ്ലസ് പ്രിസീഡിംഗ് പ്രീവിയസ് ഇയറിൽ 360 ദിവസം ഉണ്ടോ നോക്കുക. എന്താ പറഞ്ഞത്? പ്രീവിയസ് ഇയറിൽ 120 ദിവസം, അതുപോലെ തന്നെ ഫോർ പ്രിസീഡിംഗ് പ്രീവിയസിൽ എന്ത് ചെയ്തു? 360 ദിവസം ഉണ്ടോ നോക്കുക. ഉണ്ടെങ്കിൽ, ഈ കണ്ടീഷന്റെ കാരണത്താലാണ് അയാൾ റെസിഡന്റ് എന്നുണ്ടെങ്കിൽ ഡയറക്ട്ലി അയാൾക്ക് ഒരേ ഒരു പേരേ ഉള്ളൂ, അയാൾ റെസിഡന്റ് നോട്ട് ഓർഡിനറി റെസിഡന്റ്. അപ്പം ഇനിയും വീണ്ടും ശ്രദ്ധിക്കുക, ഞാൻ പറഞ്ഞ പോയിന്റ്, ഇന്ത്യൻ സിറ്റിസൺ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ, ഈ ആള് സാധാരണഗതിയിൽ അയാൾക്ക് എന്ത് വരും? B1 ആണ് സാറ്റിസ്ഫൈ ചെയ്താൽ ഈ കണ്ടീഷനിൽ തന്നെ വർക്കാവും. പക്ഷേ ഈ ആള് B1 സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ലെങ്കിൽ അവിടെ നമ്മൾ ഒരു കാര്യം ചെക്ക് ചെയ്യണം. ഓക്കെ, ഒരു മിനിറ്റ്, ഒരു കാര്യം ചെക്ക് ചെയ്യണം. എന്താ കാര്യം ചെക്ക് ചെയ്യേണ്ടത്? ഇയാൾ ആദ്യം 15 ലക്ഷത്തിൽ കൂടുതൽ അയാളുടെ ഇൻകം ഉണ്ടോ നോക്കുക. 15 ലക്ഷത്തിൽ കൂടുതൽ അയാളെ ഇൻകം ഉണ്ടെങ്കിൽ അയാൾക്ക് നമ്മൾ റിവൈസ്ഡ് B2 വർക്ക് ചെയ്യിപ്പിക്കും.
എന്താ റിവൈസ്ഡ് B2? 120+360. ഇങ്ങനെ റിവൈസ്ഡ് B2ന്റെ കാരണത്താലാണ് അയാൾ റെസിഡന്റ് ആവുകയാണെന്നെങ്കിൽ അയാളെ പിന്നെ A1 A2 ചെക്ക് ചെയ്യാൻ പോകണ്ട, ഡയറക്റ്റ് റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡന്റ് ആണ്. ഇപ്പൊ ഇത്ര ഞാൻ പറഞ്ഞ കാര്യത്തില് എന്താണ് നിങ്ങളുടെ അവസ്ഥ, എന്താണ് മനസ്സിലായിട്ടോ ഇല്ല എന്നൊന്ന് പറയാം. ഈ പറഞ്ഞ പോയിന്റിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ട്? ക്ലിയർ ആണ്. എന്തായാലും ഞാൻ ഒന്നും കൂടെ ജസ്റ്റ് ഇത് പെട്ടെന്ന് പറയാണ്, അല്ലാതെ കമന്റ് ഒന്ന് വരട്ടെ. ഓക്കെ, എല്ലാവരും ഒന്ന് കമന്റ് ചെയ്തോളൂ, എന്നിട്ട് ഞാൻ ഇതിലേക്ക് വരാം. ഒന്നുകൂടെ പറയും. ഓക്കെ, അതായത് വളരെ സിമ്പിളാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് 3 ആളുകളെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്ന് ഇന്ത്യൻ സിറ്റിസൺ, അയാൾ എന്ത് ചെയ്യാണ്, എംപ്ലോയ്മെന്റിന് പർപ്പസിന് പോവാണ്. രണ്ടാമത്തെ ആള് ഇന്ത്യൻ സിറ്റിസൺ, അയാള് ഇന്ത്യൻ ഷിപ്പിലെ മെമ്പറാണ്, ഇന്ത്യൻ ഷിപ്പിലെ ക്രൂ മെമ്പറാണ്. CM എഴുതുന്നുള്ളൂ കേട്ടോ, ക്രൂ മെമ്പറാണ്. മൂന്നാമത്തെ ആള് ഇന്ത്യൻ സിറ്റിസൺ ഓർ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ കംസ് ഓൺ എ വിസിറ്റിന് വരികയാണ്, ഇന്ത്യയിലേക്ക് വിസിറ്റിന് വരികയാണ്. അയാൾ 15 ലക്ഷത്തിന്റെ കണ്ടീഷൻ ഒന്നും ഇപ്പൊ നിങ്ങൾ എടുക്കരുത്, ഇത് മാത്രം നോക്കുക. ഇന്ത്യൻ സിറ്റിസൺ അല്ലെങ്കിൽ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ, ഇവരുടെ രണ്ടാളുടെയും കേസിൽ പ്യുവർലി 182 ഡേയ്സ് മാത്രമേ നോക്കുള്ളൂ. ഇവരുടെ കേസിൽ 2 കാര്യങ്ങൾ നമ്മൾ നോക്കുക. ഒന്ന് 182 ഡേയ്സിന്റെ B1 കണ്ടീഷൻ നോക്കുക. ഈ B1 കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് അല്ല എന്നുണ്ടെങ്കിൽ ഇയാൾക്ക് നമ്മൾ ഒരു കാര്യം കൂടെ നോക്കണം. അതിന് ആദ്യം നമ്മൾ മനസ്സിലാക്കണ്ടേ, അയാളുടെ ഇന്ത്യൻ ഇൻകം 15 ലക്ഷത്തിൽ കൂടുതൽ ഉണ്ടോ നോക്കുക. 15 ലക്ഷത്തിൽ കൂടുതൽ ഉണ്ട് എങ്കിൽ നമ്മൾ റിവൈസ്ഡ് B2 നോക്കണം. എന്താ നോക്കണ്ടേ? റിവൈസ്ഡ് B2. എന്താ റിവൈസ്ഡ് B2 എന്ന് പറഞ്ഞാൽ? റിവൈസ്ഡ് B2 എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം B2 പഠിച്ചെന്താ, 60 + 365 അല്ലേ? അതിന് പകരം റിവൈസ്ഡ് B2 60ന്റെ ഇരട്ടി 120 + 365 നോക്കുക. ഈ 120 + 365 അയാൾ ഇന്ത്യയിൽ ഉണ്ട് എന്ന് കരുതുക. ഇന്ത്യയിൽ ഉണ്ടെങ്കിൽ അയാൾ റെസിഡന്റ് ആണ്. റെസിഡന്റ് എന്ന് മാത്രമല്ല, ഡയറക്ട്ലി ഇനി റെസിഡന്റ് ആൻഡ് ഓർഡിനറി ബട്ട് നോട്ട് ഓർഡിനറി എന്നൊന്നും നോക്കണ്ട, റെസിഡന്റ് ആൻഡ് ഓർഡിനറി റെസിഡന്റ് ആണ്. എന്നാൽ ഈ കണ്ടീഷനും അയാൾ സാറ്റിസ്ഫൈ ചെയ്യണില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും അത് നോൺ റെസിഡന്റ് ആണ്. അപ്പൊ ഇത്രേ ഉള്ളൂ. ഈ 3 ആളുകളിൽ ഒരാളുണ്ട്, അയാൾക്ക് കുറച്ച് അധികം കണ്ടീഷൻ വരും. എപ്പോഴാണ് അത് വരിക? ഇന്ത്യൻ ഇൻകം 15 ലക്ഷത്തിന് മുകളിൽ അയാൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ B1 നോക്കുക. ആദ്യം B1 നോക്കിയിട്ട് അത് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ പോവാ, A1 A2 ഒക്കെ നോക്കുക. B1 നോക്കിയിട്ട് സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ 15 ലക്ഷത്തിന് മുകളിൽ അയാൾക്ക് ഇന്ത്യൻ ഇൻകം ഉണ്ട് എന്നും ഉണ്ടെങ്കിൽ അയാൾക്ക് റിവൈസ്ഡ് B2 നോക്കുക. എന്ത് നോക്കുക? റിവൈസ്ഡ് B2. എന്താ റിവൈസ്ഡ് B2? ആദ്യം പഠിച്ച B2 എന്താ? 60 + 365 പകരം ആ 60 + 365 അയാൾക്ക് വർക്കല്ല, പക്ഷെ ഒന്നും കൂടെ മാറ്റിയിട്ട് 120 + 365. ഈ 120 + 365 അയാള് ഓക്കെ ആണെങ്കിൽ അയാൾ എന്തായി മാറി? റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി, ROR അല്ല കേട്ടോ, റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡന്റ് ആയി മാറും. എടാ, ഒരാൾ റെസിഡന്റ് ആയാൽ നമ്മൾ 2 കാറ്റഗറി പറഞ്ഞിരുന്നു, റെസിഡന്റ് ആൻഡ് ഓർഡിനറി റെസിഡന്റും റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡന്റും. ഇങ്ങനെയുള്ള കണ്ടീഷൻ ആണെന്നെങ്കിൽ ഡയറക്ട്ലി പിന്നെ ഇതിലേക്ക് പോകും, അല്ലാതെ ROR എന്ത് ചെയ്യേണ്ടതില്ല, നോക്കേണ്ടതില്ല. ഇനി ഈ 120ന്റെ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് അല്ല എന്ന് കരുതുക. 120ന്റെ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ പിന്നെ നമുക്കൊന്നും ചിന്തിക്കാനില്ല. എന്താണ്? നോൺ റെസിഡന്റ് ആണ്. കാരണം അയാൾ B1 ഓൾറെഡി സാറ്റിസ്ഫൈഡ് അല്ല, റിവൈസ്ഡ് B2 അയാൾ സാറ്റിസ്ഫൈഡ് അല്ല. ഇതാണ് ഉദ്ദേശിച്ചത്. ഓക്കെ ആണോ അല്ലേ എന്നൊന്ന് കമന്റ് ചെയ്യാം. 15 ലക്ഷം താഴെ ആണെങ്കിൽ നമ്മൾ പറഞ്ഞു, 15 ലക്ഷത്തിൽ താഴെ ആണെങ്കിൽ ഈ B1 മാത്രമേ നോക്കേണ്ടതുള്ളൂ. 15 ലക്ഷത്തിന് താഴെ ആണെങ്കിൽ B1 മാത്രം നോക്കിയാൽ മതി. 15 ലക്ഷത്തിന് താഴെ ആണെങ്കിൽ B1 മാത്രം നോക്കിയാൽ മതി. റിവൈസ്ഡ് B2 നോക്കണ്ട. ഇനി നേരത്തെ കൺഫ്യൂഷൻ ഉള്ള ആളുണ്ടെങ്കിൽ അതൊന്ന് വരൂ, കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ പറയൂ. എല്ലാവരും കമന്റിൽ ഒന്ന് പറഞ്ഞിട്ട് ഓക്കെ ആണ്, എല്ലാവരും ഓക്കെ ആണല്ലോ? ഓക്കെ, ശരി. ഒറ്റ മിനിറ്റ്, ഞാൻ ഇതിന്റെ ഇതൊന്ന് സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യട്ടെ. നമ്മുടെ അത് റെഡി ആയിട്ടുണ്ടോ നോക്കട്ടെ.
ഒന്ന് വെയിറ്റ് ചെയ്യണം. കണ്ടു ഒരാപ്പ് കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. ഈ സ്ക്രീൻ കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഓക്കെ ഓക്കെ. ഞാൻ ഇന്നലെ എഴുതിയിട്ടുണ്ടായിരുന്ന ഈ പോയിന്റ് ശ്രദ്ധിക്കുക. ഞാൻ അവിടുന്ന് തൽക്കാലം ലെസ് ദാൻ 360, ലെസ് ദാൻ എന്താണ് അപ് ടു 15 ലാക്ക് എന്ന് പറഞ്ഞിട്ടില്ല. അത് ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു കാരണമൊന്നുമില്ല. അത് നമുക്ക് ആ 15 ലാക്ക് ഇല്ലാതെ തന്നെ ഈ കാര്യം പറയാം. എന്നതിന് ശേഷം 15 ലാക്ക് വരുമ്പോൾ ഉള്ള സാഹചര്യം പറയാൻ വേണ്ടിയിട്ടാണ്. 15 ലാക്ക് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ആദ്യം നമ്മൾ ഈ കണ്ടീഷൻ ചെക്ക് ചെയ്യണം. 15 ലാക്ക് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, എന്നിട്ട് 15 ലാക്ക് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ടു 15 ലാക്കിന് മുകളിൽ പോയ ഒരാള് എന്നിട്ട് B1 സാറ്റിസ്ഫൈഡ് ആയിട്ടില്ലെങ്കിൽ മാത്രമേ നമ്മൾ B2 റിവൈസ്ഡ് B2 നോക്കാൻ പാടുള്ളൂ. ശ്രദ്ധിക്കണേ. അതായത് ഇത് അൺകണ്ടീഷണലി എന്താണ് ഇന്ത്യൻ സിറ്റിസൺ ഓർ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ അയാൾ ഇന്ത്യ വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അയാൾ ആദ്യം നമ്മൾ നോക്കേണ്ടത് 182 ദിവസം ഇന്ത്യയിൽ ഉണ്ടോ നോക്കുക, അതിൽ കൂടുതലോ. ഇന്ത്യയിൽ ഉണ്ടെങ്കിൽ ഓക്കെ, അയാൾ റെസിഡന്റ് ആണ്. ഇന്ത്യയിൽ ഇല്ല എങ്കിൽ നമ്മൾ ഒരു കാര്യം കൂടെ നോക്കണം, അയാളെ ഇന്ത്യൻ ഇൻകം 15 ലക്ഷത്തിൽ കൂടുതലാണോ നോക്കണം. 15 ലക്ഷത്തിൽ കൂടുതലാണെങ്കിൽ റിവൈസ്ഡ് B2 നോക്കാം. ഈ റിവൈസ്ഡ് B2 നോക്കിയിട്ട് റിവൈസ്ഡ് B2 എന്താ 120 + 365. ഈ 120 + 365ന്റെ കാരണത്താൽ അയാൾ റെസിഡന്റ് ആയി എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ അയാൾ നമ്മൾ റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡന്റ് എന്ന് മാത്രമേ പറയുള്ളൂ, അല്ലാതെ എന്ത് പറയൂല. ഇതിന്റെ കാരണത്താൽ റെസിഡന്റ് ആയാൽ പിന്നെ നമ്മൾ മറ്റുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യാൻ പോകരുതേ. അത് നിർബന്ധമായിട്ടും ശ്രദ്ധിക്കുക. അത് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകരുത്. ഒന്നും കൂടെ ഞാൻ ഇതിന് സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു പിന്നെ ഗ്രാഫ് വരച്ചിട്ടുണ്ട്, കുറച്ചും കൂടെ ക്ലാരിറ്റി. അത് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഐഡിയ കിട്ടും. ഇതാ ഈ ഗ്രാഫും കൂടെ നോക്കിയിട്ട് നിങ്ങൾക്ക് ക്ലിയർ ആയണോ നിങ്ങൾ പറയാം കേട്ടോ. അതായത് ഇൻഡിവിജ്വലിന്റെ കേസാ പറയുന്നത്. ഇൻഡിവിജ്വലിന്റെ നോൺ റെസിഡന്റ് ആവുന്ന കേസ് എന്താ അത് നമുക്കറിയാം. ബാക്കി ഇത് കംപ്ലീറ്റ് ആയില്ല, ഇത് എഴുതാൻ വിട്ടുപോയിട്ടുണ്ട്. അതായത് B1 B2 സാറ്റിസ്ഫൈഡ് ആയിട്ടില്ല, മറ്റെന്തെങ്കിലും കണ്ടീഷൻ ഇതൊന്നും ഇല്ലെങ്കിൽ നോൺ റെസിഡന്റ് ആവും. അതായത് റെസിഡന്റ് ആവുന്ന സാഹചര്യത്തിൽ നോർമൽ കേസിൽ നമ്മൾ എന്താണ് B1 B2 നോക്കുക. B1 B2 സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ഗ്രാഫ് കാണുന്നില്ല, സ്ക്രീന് അത് പഴയ പോലെ ഇല്ല. ഗ്രാഫ് ആർക്കും കാണുന്നില്ലേ? ഇല്ല, കാണുന്നില്ല. ഒരുപാട് ഗ്രാഫ് വരുമ്പോഴാണ്, ഒരുപാട് എഴുത്ത് വരുമ്പോഴാണ് ഇത് കാണാൻ കുറച്ച് ടൈം എടുക്കുന്നത്. ഇപ്പൊ എന്താ അവസ്ഥ? കാണുന്നുണ്ട്. യെസ്, ഓക്കെ. ഞാൻ ഒരിക്കലും പേന കൊണ്ട് എഴുതാത്ത ഒരു മിനിറ്റ് ഉണ്ടാവില്ല. അതെന്റെ ഒരു വീക്ക്നെസ് ആണ്. അപ്പൊ ഞാൻ എന്തുണ്ടെങ്കിലും ഒരു വരെങ്കിലും വരക്കുന്നുണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ അത് എഴുതാത്ത സമയം അപ്പൊ തന്നെ പറഞ്ഞോണ്ടു സ്ക്രീൻ എന്ത് ചെയ്യുന്നില്ല, പേന ചലിക്കുന്നില്ലെങ്കിൽ സ്ക്രീൻ കാണുന്നില്ല നിങ്ങൾക്ക് ധൈര്യമായിട്ട് പറയാം. കാരണം എനിക്ക് പേന ഇല്ലാതെ ജീവിക്കാൻ കഴിയൂല, അതുകൊണ്ടാണ്. ഓക്കെ, നമ്മൾ റെസിഡന്റിന്റെ കാര്യമാണ് പറയുന്നത്. റെസിഡന്റ് എന്ന് പറയുമ്പോൾ റെസിഡന്റ് എങ്ങനെ, നോർമൽ കേസ് നമ്മൾ ഇതുവരെ പഠിച്ച കേസ് ഏതാ, B1 അല്ലെങ്കിൽ B2 സാറ്റിസ്ഫൈഡ് ആണോ നോക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അയാൾ എന്താണ്, നമ്മൾ A1 A2 ചെക്ക് ചെയ്തു. A1 A2 രണ്ടും സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ റെസിഡന്റ് ആൻഡ് ഓർഡിനറി റെസിഡന്റ്. A1 A2 സാറ്റിസ്ഫൈഡ്, ഇതിൽ രണ്ടും വന്നിട്ടില്ല അല്ലെങ്കിൽ മറ്റു സാഹചര്യം A1 A2 രണ്ടും ഇല്ലാത്ത സാഹചര്യം റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡന്റ്. ഇനി ഇതില്ലെങ്കിൽ നമ്മൾ ഓൾറെഡി നോൺ റെസിഡന്റ് ആണെന്ന് എന്ത് ചെയ്തു പറഞ്ഞു, നോൺ റെസിഡന്റ് ആണ്. ഇവിടെ ശ്രദ്ധിക്കുക, എക്സെപ്ഷൻ കേസ് നമ്മൾ പറഞ്ഞത് B1 മാത്രം അപ്ലിക്കബിൾ ആവുന്ന ഒരു ടീമുണ്ട്. ആരാ ടീം? ഇന്ത്യൻ സിറ്റിസൺ എംപ്ലോയ്മെന്റ് പർപ്പസിന് പോയി, ഇന്ത്യൻ സിറ്റിസൺ മെമ്പർ ഓഫ് ഇന്ത്യൻ ഷിപ്പ് ആയി പോയി, ഇന്ത്യൻ സിറ്റിസൺ അല്ലെങ്കിൽ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ കംസ് ടു വിസിറ്റ് ഇന്ത്യ, ഇന്ത്യക്ക് വന്നു. ഈ ആളാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ കാരണത്താൽ ഒരാൾ റെസിഡന്റ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു, റെസിഡന്റ് ആയി. ഇനി എന്ത് ചെയ്താൽ മതി, ഡയറക്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഡയറക്റ്റ് ആയിട്ട് A1 A2 ചെക്ക് ചെയ്യുക. അതിനുശേഷം അയാൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ റെസിഡന്റ് ആൻഡ് ഓർഡിനറി റെസിഡന്റ് ആയി. എന്നാൽ റിവൈസ്ഡ് B2 ആർക്കാണ് അപ്ലിക്കബിൾ ആവുക? B1 വർക്ക് ആവാത്ത, B1 ഇല്ലാത്ത ഒരാൾക്ക് നമ്മൾ റിവൈസ്ഡ് B2 നോക്കുകയുള്ളൂ. എന്താ റിവൈസ്ഡ് B2?
120 + 365. ആ B1 ആർക്ക് മാത്രമേ നോക്കുള്ളൂ? ഇന്ത്യൻ സിറ്റിസൺ അല്ലെങ്കിൽ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ. അതായത് ഈ ഒരാൾ മാത്രം, ഈ മൂന്നാമത്തെ ആള് മാത്രം. അയാളുടെ ഇന്ത്യൻ ഇൻകം 15 ലക്ഷത്തിന് മുകളിൽ പോയിണ്. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ A1 A2 ചെക്ക് ചെയ്യാൻ പോകണോടോ. A1 A2 ചെക്ക് ചെയ്യാൻ പോകരുത്. ഇങ്ങനെയാണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് അയാൾ എന്താണ്? റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡന്റ് ആണ്. ഇപ്പൊ പറഞ്ഞ കാര്യം ക്ലിയർ ആണോ അല്ലേ എന്നൊന്ന് കമന്റ്. ഇപ്പം നേരത്തെ പറഞ്ഞങ്ങാട്ടി ഒരു ക്ലാരിറ്റി വന്നിട്ടുണ്ടോ? ഇതെനിക്ക് ഞാൻ ഇതിൽ കുറച്ചും കൂടെ ഈ ഗ്രാഫിൽ ഒന്ന് അപ്ഡേഷൻ വരുത്താനുണ്ട്. ഇവിടേക്ക് നോൺ റെസിഡന്റ് കേസ് എഴുതിയിട്ടില്ലല്ലോ, അതുകൊണ്ടാണ്. ഇനി അതർ കേസ് എന്നാണ് എഴുതാനുള്ളത്, പക്ഷെ അത് എഴുതിയിട്ടില്ല. അപ്പൊ അത് കഴിഞ്ഞിട്ടേ ഞാൻ തരുള്ളൂ. ഇപ്പൊ എന്തെങ്കിലും ക്ലാരിറ്റി വന്നിട്ടുണ്ടോ പറഞ്ഞതിൽ? മുകളിലുണ്ടെങ്കിൽ B1 ചെക്ക് ചെയ്യണ്ടേ? എങ്ങനെ? 15 ലാഖിന് മുകളിലുണ്ടെങ്കിൽ B1 ചെക്ക് ചെയ്യണ്ടേ? ഒറ്റ മിനിറ്റ്. 15 ലാഖിന് മുകളിലുണ്ടെങ്കിൽ B1 സെറ്റ് ചെയ്യേണ്ട. തീർച്ചയായിട്ടും ചെക്ക് ചെയ്യണം. അതിനാണ് നമ്മൾ ഈ ഗ്രാഫ് ഒന്ന് ചേഞ്ച് ചെയ്തിട്ടിട്ടത്. അതായത് നോക്കുക, യെസ്, സ്ക്രീൻ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് പറയണേ. ഇൻഡിവിജ്വൽ എന്നൊക്കെ ആ ഗ്രാഫ് നേരത്തെ വന്ന പോലെ വന്നിട്ടുണ്ടോ എന്ന് പറയാം. വന്നിട്ടുണ്ടോ? ഇല്ല, കാണുന്നില്ലല്ലോ. ഇപ്പോഴോ? ഓക്കെ. ഓക്കെ. അതായത് B1 എന്ന് പറഞ്ഞാൽ എന്താ? B1 എന്ന് പറഞ്ഞാൽ എന്താ? 182 ദിവസം ഉണ്ടോ നോക്കുക. 182 ദിവസമോ അതിൽ കൂടുതലോ ഉണ്ടെങ്കിൽ അത് ആദ്യം ചെക്ക് ചെയ്യണം. ഇയാൾക്ക് വരെ ചെക്ക് ചെയ്യണം. 15 ലക്ഷത്തിന് മുകളിൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഏത് കേസിലും. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ 15 ലക്ഷം എന്നുള്ള ആ ക്രൈറ്റീരിയ ഒഴിവാക്കിയത്. 15 ലക്ഷത്തിന് മുകളിലാണെങ്കിലും 15 ലക്ഷത്തിന് താഴെ ആണെങ്കിലും എന്തെന്നാവട്ടെ, ഈ IC ഓർ POI കംസ് ടു ഇന്ത്യ എന്നെങ്കിൽ B1 തന്നെ ചെക്ക് ചെയ്യണം. B1 തന്നെ ചെക്ക് ചെയ്യണം. B1 അയാൾക്ക് ഇല്ലെങ്കിൽ നമ്മൾ ഏത് കണ്ടീഷനിലേക്ക് പോവാ? ഇത് വർക്കിംഗ് അല്ല, B1 വർക്കിംഗ് അല്ല അയാൾക്ക് എന്നുണ്ടെങ്കിൽ ആ ആർക്ക് മാത്രം? ഇന്ത്യൻ സിറ്റിസൺ, പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ. അയാൾ 15 ലക്ഷം ഇന്ത്യൻ ഇൻകം വന്നിട്ടുണ്ട്, അയാൾക്ക് B1 വർക്കിംഗ് അല്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് റിവൈസ്ഡ് B2 ആണ്. 120 + 365. ഇതിന്റെ ലോജിക്ക് ഇത്രയേ ഉള്ളൂ. ഇയാൾ ഡയറക്റ്റ് ആയിട്ട് RBONR ആവണമെങ്കിൽ, റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡന്റ് ആവണം എന്നുണ്ടെങ്കിൽ ആദ്യം B1 സാറ്റിസ്ഫൈഡ് ആവാതിരിക്കണം. B1ന്റെ കാരണത്താൽ ആള് റെസിഡന്റ് ആണെങ്കിൽ ഇതൊക്കെ അയാൾക്ക് വർക്കിംഗ് ആണ്. എന്നാൽ B1ന്റെ കാരണത്താൽ അയാൾ റെസിഡന്റ് അല്ല. അങ്ങനെയാണെങ്കിൽ അയാളെ B2 നോക്കണം. B2 നോക്കുന്നതിന് കൂടെ തന്നെ അയാൾ ഇന്ത്യൻ ഇൻകം 15 ലക്ഷത്തിന് മുകളിൽ ഉണ്ടോ നോക്കുക. ഇത് രണ്ടും ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങോട്ട് പോവുള്ളൂ. അല്ലാത്ത സാഹചര്യത്തിൽ നോൺ റെസിഡന്റ് ആണ്. ക്ലിയർ ആണോ അല്ലേ? വോയിസ് ആയിട്ട് തന്നെ പറയൂട്ടോ. സ്ക്രീന് പേജ് ഒന്ന് മാറ്റിയിട്ടുണ്ട്, അപ്പൊ അത് വീണ്ടും ഇതാവും കഴിഞ്ഞിട്ടാണ് നമുക്ക്. ഞാൻ വരക്കുന്ന നോക്കാം. ഒന്ന് എഴുതി കാണുന്നുണ്ടോ? അടുത്ത പേജിൽ കാണുന്നില്ല. ഇല്ല ഇല്ല കാണുന്നില്ല. ഇല്ല. ഓക്കെ ഓക്കെ, അവിടെയാക്കാം. ഓക്കെ, ഞാൻ ഈ പറഞ്ഞത് കൺഫ്യൂഷൻ തീർക്കാൻ വേണ്ടിയിട്ടാണ് വീണ്ടും വീണ്ടും വരുന്നത് കേട്ടോ. അപ്പം ഇന്ത്യൻ സിറ്റിസൺ അല്ലെങ്കിൽ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ ആണെങ്കിൽ നിങ്ങൾ അയാളെ ചെക്ക് ചെയ്യേണ്ട കാര്യത്തിൽ ഗ്രേറ്റർ ദാൻ 15 ലാഖ് ഉണ്ടെങ്കിൽ അയാളെ നിങ്ങൾ ചെക്ക് ചെയ്യണം. B1 ചെക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം B1 വർക്കിംഗ് അല്ല, B1 അയാൾ നോ ആണെങ്കിൽ അയാൾ വീണ്ടും നിങ്ങൾ ചെക്ക് ചെയ്യുക റിവൈസ്ഡ് B2. ഈ റിവൈസ്ഡ് B2 ഓക്കെ ആണെങ്കിൽ, റിവൈസ്ഡ് B2 യെസ് ആണെങ്കിൽ അയാൾ റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡന്റ് ആണ്. ഇനി B1 അയാൾ വർക്കിംഗ് ആണെങ്കിൽ എന്താ? B1 വർക്കിംഗ് ആണെങ്കിൽ B1 യെസ് ആണ്. B1 യെസ് ആണെങ്കിൽ അയാൾ സ്വാഭാവികമായിട്ട് അയാൾ എന്തായി മാറി? റെസിഡന്റ് ആയി മാറി. ഈ റെസിഡന്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ A1 ചെക്ക് ചെയ്യണം, A2 ചെക്ക് ചെയ്യണം. A1 A2 ചെക്ക് ചെയ്തു, വർക്കിംഗ് ആണെങ്കിൽ യെസ് ആണെന്നുണ്ടെങ്കിൽ A1 ആൻഡ് A2 രണ്ടും യെസ് ആണെന്നുണ്ടെങ്കിൽ അയാൾ എന്തായി?
റെസിഡന്റ് ആൻഡ് ഓർഡിനറി റെസിഡന്റ് ആയി. ഇത് നോ ആണെങ്കിൽ A1 ആൻഡ് A2 രണ്ടും വന്നിട്ടില്ലെങ്കിൽ നമ്മൾ എന്തായി? റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡന്റ് ആയി. ഇതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യണേ, കൺഫ്യൂഷൻ ഉണ്ടാവരുത്. ഇന്ത്യൻ സിറ്റിസൺ, പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ 15 ലക്ഷത്തിന് മുകളിൽ പോയിണെങ്കിൽ ആദ്യം നിങ്ങൾ ആദ്യം വീണ്ടും പറയുന്നു, ആദ്യം B1 തന്നെ ചെക്ക് ചെയ്യണം. B1 വർക്കിംഗ് ആണെങ്കിൽ പഴയ കാര്യങ്ങളൊക്കെ ചെയ്യണം. പക്ഷെ B1 വർക്കിംഗ് അല്ലെങ്കിൽ ഇയാൾക്ക് 15 ലക്ഷത്തിന് മുകളിലില്ലേ, അപ്പൊ റിവൈസ്ഡ് B2 നോക്കുക. റിവൈസ്ഡ് B2 വർക്കിംഗ് ആണോ? യെസ്, വർക്കിംഗ് ആണെങ്കിൽ റെസിഡന്റ് ആണ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡന്റ് ആണ്. റിവൈസ്ഡ് B2 വർക്കിംഗ് അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും നോൺ റെസിഡന്റ് ആയി മാറി. ഞാൻ വീണ്ടും നിങ്ങളെ പറഞ്ഞു വെറുപ്പിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ നിങ്ങൾ കാര്യം എല്ലാവർക്കും മനസ്സിലായണോ എന്ന് അറിഞ്ഞാൽ മതി. എനിക്ക് കമന്റിൽ കിട്ടിയാൽ മതി. സെറ്റാണ്. ഓക്കെ, അത് മതി. യെസ്. ഇനി ഇതിന്നൊക്കെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു റെസിഡന്റിനെ പറയാനുണ്ട്. ഡീംഡ് റെസിഡന്റ്. നോട്ട് ഉറപ്പിക്കാം. ഓക്കെ. അല്ലടോ, ഞാൻ ചിലപ്പോ നിങ്ങളെ മുഖമൊന്നും കാണുന്നില്ല. ചിലപ്പോ ഈ കേട്ട ആളുകൾ ഇൻസ്റ്റാഗ്രാം ഒക്കെ തോണ്ടാൻ തുടങ്ങിയിട്ടുണ്ടാവും. കാരണം മനസ്സിലായിട്ടുണ്ട്. ഇനി നമുക്ക് വാട്സപ്പിലേക്ക്, അതുകൊണ്ടാ പറഞ്ഞത്. പിന്നെ ഒരുവിധം കുറച്ച് ചില ആളുകൾ സ്പീഡായിട്ട് മനസ്സിലാക്കും, ചില ആളുകൾ കുറച്ച് ലേറ്റ് ആയി കയറും. അപ്പൊ അതെല്ലാം ഒന്ന് പരിഗണിച്ച് പോകണ്ടേ എന്ന് ചിന്തിച്ചിട്ട് പറഞ്ഞതാ. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പോയിന്റിന് ആദ്യം ഒരു ഇൻട്രോ പറയാം. ഡീംഡ് റെസിഡന്റ് എന്ന കൺസെപ്റ്റ് ഉണ്ട്. ഡീംഡ് റെസിഡന്റ് അതായത് നമ്മുടെ B1 അയാൾക്ക് സാറ്റിസ്ഫൈഡ് അല്ല, B2 സാറ്റിസ്ഫൈഡ് അല്ല. അതായത് അയാൾ ഒരു ദിവസം പോലും ചിലപ്പോൾ ഇന്ത്യയിൽ നിന്നിട്ടുണ്ടാവില്ല, എന്നാലും അയാളെ റെസിഡന്റ് ആയി കണക്കാക്കും. ഡീംഡ് റെസിഡന്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ജനറൽ കേസ് അനുസരിച്ച് അയാൾ റെസിഡന്റ് ആവാൻ ഒരു സാധ്യതയില്ലടോ. ആ ആളെ പിടിച്ചിട്ട് അയാൾ B1 സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ല, B2 സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ല, ഇതൊന്നുമില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ആൾ എന്താവണം? നോൺ റെസിഡന്റ് ആവണം. പക്ഷെ ഈ നോൺ റെസിഡന്റ് ആണെങ്കിലും അയാളെ റെസിഡന്റ് ആയി പരിഗണിക്കും. ആ ആൾ ആരാന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അത് ഞാൻ 3 കണ്ടീഷൻ ഇപ്പൊ പറയും. 3 കണ്ടീഷൻ ഇപ്പൊ പറയും. ആ 3 കണ്ടീഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആളെ പിടിച്ച് ഡയറക്റ്റ് റെസിഡന്റ് ആക്കാം. ഒന്നാമത്തെ എണ്ണിക്കോളൂ. ഒന്നാമത്തത് എന്താണ്? ഒന്നാമത്തത് അയാള് ഇന്ത്യൻ സിറ്റിസൺ ആണോ നോക്കുക. ഒന്നാമത്തെ എന്താ നോക്കണ്ടേ? അയാള് ഇന്ത്യൻ സിറ്റിസൺ ആണോ നോക്കുക. ഫസ്റ്റ് കണ്ടീഷൻ ക്ലിയർ അല്ലേ? ഇന്ത്യൻ സിറ്റിസൺ. പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ ഞാൻ പറഞ്ഞോ? എല്ലാവരും കമന്റ് ചെയ്യാ. പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ ഈ പറഞ്ഞു കൊടുത്ത് ഞാൻ പറഞ്ഞോ? ഇല്ല. നിർബന്ധമായിട്ടും കമന്റ് ചെയ്യണം. കാരണം ഇതെന്താ അറിയോ, കുറച്ച് പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ ഇതിലില്ല എന്ന് ചോദിക്കും. അതുകൊണ്ടാണ് ഇല്ല എന്ന് ഇപ്പൊ തന്നെ ഉറപ്പിക്കുക. ഇന്ത്യൻ സിറ്റിസൺ മാത്രമേ ഉള്ളൂ. ഒന്നാമത്തെ കണ്ടീഷൻ. രണ്ടാമത്തെ കണ്ടീഷൻ, അയാളുടെ ഇന്ത്യൻ ഇൻകം 15 ലക്ഷത്തിന് മുകളിൽ പോകണം. 15 ലക്ഷം എന്ന് ചോദിക്കരുതേ, 15 ലക്ഷത്തിന് മുകളിൽ പോകണം. ഒന്നാമത്തെ കണ്ടീഷൻ, അയാൾ ഇന്ത്യൻ സിറ്റിസൺ ആവണം. രണ്ടാമത്തെ കണ്ടീഷൻ, അയാള് 15 ലക്ഷത്തിന് മുകളിൽ ഇന്ത്യൻ ഇൻകം നേടണം. 15 ലക്ഷത്തിന് മുകളിൽ ഇന്ത്യൻ ഇൻകം നേടണം. മൂന്നാമത്തെ കണ്ടീഷൻ, അയാള് വേറെ ഒരു രാജ്യത്തും ടാക്സ് കൊടുത്തിട്ടുണ്ടാവരുത്. അല്ലെങ്കിൽ വേറൊരു രാജ്യത്തും അയാൾ റെസിഡന്റ് അല്ല. ടാക്സ് കൊടുക്കണമെങ്കിൽ നോർമൽ കേസിൽ റെസിഡന്റ് ആവണല്ലോ. അയാൾ വേറൊരു രാജ്യത്തും റെസിഡന്റ് അല്ല. ഈ 3 കണ്ടീഷനും തികഞ്ഞ ഒരു മനുഷ്യൻ ഉണ്ടെങ്കിൽ അയാളെ പിടിച്ച് ഗവൺമെന്റ് ഡീംഡ് റെസിഡന്റ് ആക്കും. അവിടെ ചില ആളുകളുണ്ട്, അയാൾ ഇന്ത്യയില് 120 ദിവസം നിന്നാൽ അല്ലെങ്കിൽ 60 ദിവസം നിന്നാൽ പ്രശ്നമില്ല എന്ന് എഴുതിയിട്ട് അങ്ങനെ ടൂർ അടിച്ച് നടക്കും. എന്നിട്ട് എന്ത് ചെയ്യും? എല്ലായിടത്തുനിന്നും ഇൻകം ഉണ്ടാക്കുന്നുണ്ടാവും. അങ്ങനത്തെ ഒരാളെ അയാളുടെ ചില ഇൻകം കൂടെ നമ്മുടെ ഇന്ത്യൻ ഇൻകത്തിന് പുറമെ ചില ഫോറിൻ ഇൻകം കൂടെ നമ്മുടെ ടാക്സിന്റെ പരിധി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് 2020 ബജറ്റ് പാസ്സാക്കിയപ്പോൾ കൊണ്ടുവന്നിട്ടുള്ള ഒരു അമെന്റ്മെന്റ് ആണിത്. എന്താണ് അതിന്റെ പേര്? ഡീംഡ് റെസിഡന്റ്. സെക്ഷൻ 6 സബ്സെക്ഷൻ 1A പ്രകാരമാണ് ഇത് പറയുന്നത്. 3 കണ്ടീഷൻ ഞാൻ പറഞ്ഞു. വീണ്ടും ഒന്നാമത്തെ കണ്ടീഷൻ ഇന്ത്യൻ സിറ്റിസൺ ആണ്. ഇന്ത്യൻ സിറ്റിസൺ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒരു കണ്ടീഷൻ വീണ്ടും പറയാണ്. പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ ഞാൻ പറഞ്ഞിട്ടില്ല. ഇന്ത്യൻ സിറ്റിസൺ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. രണ്ടാമത്തെ കണ്ടീഷൻ, അയാളുടെ ഇന്ത്യൻ ഇൻകം, അയാളുടെ ഏത് ഇൻകം? ഇന്ത്യൻ ഇൻകം 15 ലക്ഷത്തിൽ കൂടുതലായിരിക്കണം. മൂന്നാമത്തെ കണ്ടീഷൻ, അയാളുടെ
അയാൾ വേറെ ഏതൊരു രാജ്യത്തോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ടെറിറ്ററിയിലോ റെസിഡന്റ് ആവരുത്, അല്ലെങ്കിൽ ടാക്സ് കൊടുത്തിട്ടുണ്ടാവരുത്. ഇങ്ങനെയാണെങ്കിൽ അയാൾ ഇനി ഒരു ദിവസം പോലും ഇന്ത്യയിൽ ഇല്ലെങ്കിലും അയാൾ റെസിഡന്റ് ആണ്. അയാൾ എന്താണ്? റെസിഡന്റ് ആണ്. ഈ പറഞ്ഞ കാര്യം ഞാൻ ഇവിടെ ഒന്ന് എഴുതുന്നുണ്ട്. എന്നതിന് ശേഷം നമ്മൾ ഇതൊക്കെ ഒന്ന് വായിച്ചു പോകും. നമ്മുടെ സ്ക്രീൻ കാണുന്നുണ്ടോ എന്ന് നോക്കാം. ഏത് സ്ക്രീനാ? വൈറ്റ് ബോർഡ് ആണേ, അത് കാണുന്നുണ്ടോ നോക്കാം. കാണുന്നുണ്ട്. യെസ്, അതായത് ഡീംഡ് റെസിഡന്റ് ആണ്. ഡീംഡ് റെസിഡന്റ്. ഡീംഡ് റെസിഡന്റ് എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞിട്ടുള്ള സെക്ഷൻ 6 സബ്സെക്ഷൻ 1A പ്രകാരമാണ് പറഞ്ഞിട്ടുള്ളത്. ഡീംഡ് റെസിഡന്റ് ആവാനുള്ള കണ്ടീഷൻ ഒന്നാമത്തത് ഇന്ത്യൻ സിറ്റിസൺ ആവും. ഇന്ത്യൻ സിറ്റിസൺ ആവണം. രണ്ടാമത്തത് ഇന്ത്യൻ ഇൻകം. ഇന്ത്യൻ ഇൻകം അങ്ങനെ തന്നെ പറയണേ. ആക്ട് വായിക്കുമ്പോൾ ടോട്ടൽ ഇൻകം അതർ ദാൻ ഫോറിൻ ഇൻകം ഗ്രേറ്റർ ദാൻ 15 lakh എന്ന് പറയും. ആക്ട് നിങ്ങൾ വായിക്കുമ്പോൾ വായിക്കാൻ പോകുന്നത് എന്താണെന്നറിയോ? ടോട്ടൽ ഇൻകം അതർ ദാൻ ഫോറിൻ ഇൻകം. അതർ ദാൻ ഫോറിൻ ഇൻകം 15 ലക്ഷം. അതിനർത്ഥം എന്താ? ടോട്ടൽ ഇൻകം അതർ ദാൻ ഫോറിൻ ഇൻകം എന്ന് പറഞ്ഞാൽ ഫോറിൻ ഇൻകം അല്ലാത്ത ടോട്ടൽ ഇൻകം എന്ന് പറഞ്ഞാൽ എന്താ? ഇന്ത്യൻ ആണ്. 15 ലക്ഷം. ഓക്കെ. മൂന്നാമത്തെ പോയിന്റ് നോട്ട് ലയബിൾ ടു പേ ടാക്സ് ഇൻ എനി അതർ കൺട്രി ഓർ ടെറിറ്ററി. എന്തിനാ അങ്ങനെ രണ്ടാറുണ്ട് കേട്ടോ. ടെറിറ്ററി. കൺട്രി എന്ന് പറയുമ്പോ ചിലത് രാജ്യത്തിലൊന്നും ഉണ്ടാവും, രാജ്യമായിട്ട് കണക്കാക്കുണ്ടാവില്ല. അത്തരം സാധനങ്ങളിൽ പോയി നിൽക്കും ആളുകള്. അപ്പൊ അതും കൂടെ പിടിക്കാനാ. കൺട്രി മാത്രല്ല ടെറിറ്ററിയും കൂടെ ഇതിൽ പെട്ടിട്ടുണ്ട്. കൺട്രി ആവണമെന്നില്ല, ടെറിറ്ററി ഏതെങ്കിലും വേറെ ഏതെങ്കിലും ഭൂപ്രദേശം ഉണ്ട്, രാജ്യമായിട്ട് അതിനെ പ്രഖ്യാപിച്ചിട്ടില്ല എന്ന് കരുതുക. അങ്ങനെയാണെങ്കിലും ഈ മൂന്നുണ്ടെങ്കിൽ ഇയാൾക്ക് നിങ്ങൾ B1 നോക്കണോ? B1 നോക്കണോ? B1 B2 സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ അല്ലേ നോക്കുന്നത്? അതെ, അതാണ് പോയത്. അതിനാണ് ഞാൻ B1 നോക്കണോന്ന് വെച്ചാൽ. B1 നോക്കണം. B2 നോക്കണോ? B2 നോക്കണം. ഇത് രണ്ടും വർക്കിംഗ് അല്ലെങ്കിൽ മാത്രമേ ഡീംഡ് റെസിഡന്റിലേക്ക് വരാൻ പാടുള്ളൂ കേട്ടോ. ഓക്കെ, ഇത് രണ്ടും വർക്കിംഗ് അല്ലെങ്കിൽ ഡീംഡ് റെസിഡന്റിലേക്ക് വരിക. എന്ന് മാത്രമല്ല, ഡീംഡ് റെസിഡന്റ് ആൾവേസ് റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡന്റ്. ഡീംഡ് റെസിഡന്റ് എന്താവും? റെസിഡന്റ് ഓർഡിനറി റെസിഡന്റ് ആവുമോ? ഡീംഡ് റെസിഡന്റ് ആവൂല. അതും കൂടെ മനസ്സിലാക്കുക. സെറ്റ് അല്ലേ? ക്ലിയർ അല്ലേ? എല്ലാവരും കമന്റിൽ ഓക്കെ ആണെങ്കിൽ ഞാൻ അടുത്ത ഘട്ടത്തേക്ക് പോവാം. സെറ്റാണ്. ഇതൊക്കെ എക്സാമിൽ ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ള ഏരിയ ആണ് കേട്ടോ. യെസ്. അപ്പൊ ഇനി ഞാന് നമ്മളെ തുറന്നാ കിട്ടാത്ത PDF ഒന്ന് പോട്ടെ. എനിക്ക് വായിക്കണല്ലോ. നോക്കട്ടെ, വരുന്നുണ്ടോ നോക്കട്ടെ കേട്ടോ. ഈ പറഞ്ഞതെല്ലാം കൂടെ എടുക്കുകയാണ്. ഇതാണ് ലാസ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതിന് ഞാൻ ആ ഗ്രേറ്റർ ദാൻ 15 lakh വെട്ടി. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനത് എഴുതാൻ കാരണം ഉണ്ടായിരുന്നു വെച്ചാൽ ഒരേ ഒരു ഓതറിന്റെ ബുക്കിൽ മാത്രം ഇവിടെ അപ് ടു 15 lakh എന്നുണ്ടായിരുന്നു. പക്ഷെ ഈ അപ് ടു 15 lakh എഴുതി കഴിഞ്ഞാൽ ബാക്കി കണ്ടീഷൻ പറയുമ്പോൾ കൺഫ്യൂഷൻ കൂടും എന്ന് എഴുതിയിട്ടാണ് എന്ത് ചെയ്തത്, അത് ഒഴിവാക്കിയിട്ടുള്ളത് കേട്ടോ. ഓക്കെ. ഓക്കെ, ഇവിടെ വരിക. ഇതാണ് ഞാൻ ഇന്ന് വായിച്ച കണ്ടീഷൻ. അതൊന്ന് നോക്കുക, ക്ലിയർ ആക്കി പോവാ. എന്താ കണ്ടീഷൻ? യെസ്, ഇന്ത്യൻ സിറ്റിസൺ അല്ലെങ്കിൽ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ having total income other than foreign source income more than 15 lakh, 15 ലക്ഷത്തിൽ കൂടുതലാണ്. Then second basic condition applicable instead of 60 days in previous year 120 days are considered. ഇതൊക്കെ വായിക്കുമ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് ആക്ട് വായിക്കാൻ വൈകിപ്പിക്കുന്നതെന്ന് അറിയോ? ആക്ട് ചടപ്പിക്കും നമ്മളെ എഴുതുന്ന രീതി കൊണ്ട്.
ഇപ്പൊ ഞാൻ പറഞ്ഞ ഈ കണ്ടീഷൻ ഇന്ത്യൻ സിറ്റിസൺ ഓർ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇന്ത്യൻ ഇൻകം 15 ലക്ഷത്തിൽ കൂടുതൽ കാണാൻ പറ്റും. 120 ദിവസമാണ് പരിഗണിക്കേണ്ടത് എന്നും കാണാൻ പറ്റും. 120 60 പകരം 120 എന്ന് പറഞ്ഞാൽ അതും ശ്രദ്ധിക്കട്ടോ. 60 പകരം 120 എന്ന് പറയുമ്പം 60 പകരം ബാക്കി എന്തൊക്കെ നോക്കണം? 60 മാത്രമേ ഉള്ളൂ. ആ B1 കണ്ടീഷനിൽ ശരിക്കും എന്താ ഉള്ളത്? 60 പ്ലസ് 365 എന്നാ. 60 പകരം 120 ആക്കണം എന്ന് പറഞ്ഞപ്പോ എന്താവുക? 120 പ്ലസ് 365 എന്നാവും. പക്ഷെ ആക്ട് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്, അത് നിങ്ങൾ മനസ്സിലാക്കുക. ഇത് വായിച്ചിട്ട് സാറേ 365 പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞു വരരുത്. 60 പകരം 120 ആക്കാന്ന് പറഞ്ഞാൽ 60 പകരം 120 ആക്കി, ബാക്കി 365 അവിടെ ഉണ്ട്. അതുകൊണ്ട് ആക്ടിലെ വേർഡിങ്സ് നല്ലപോലെ ശ്രദ്ധിച്ച് തന്നെ വായിക്കണം, അല്ലെങ്കിൽ കൺഫ്യൂഷൻ കൂടും. ഓക്കെ. If stay in India 120 days. പ്രകാരം പറഞ്ഞു പ്രകാരം 60 അല്ലെങ്കിൽ 120 നോക്കിയാൽ മതി. ആ മൂന്നിന്റെ കേസ് ഇവിടെ വരുന്നേ ഇല്ല. അതായത് പറഞ്ഞേ അല്ലല്ല, അതായത് ആക്ട് പ്രകാരം ഇങ്ങനെ തന്നെ ഉള്ളത്. പക്ഷെ ആക്ട് പറഞ്ഞ വേർഡ് എന്താ? ഇൻസ്റ്റെഡ് ഓഫ് 60 120 ആയിട്ട് നിങ്ങൾ വായിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ എന്താണ് B1 B2ലുള്ളത്? B2ന് ബേസിക് കണ്ടീഷൻ അപ്ലിക്കബിൾ ആണ്. ആൻഡ് ഇൻസ്റ്റെഡ് ഓഫ് 60 120 ആക്കണം എന്ന് പറഞ്ഞാൽ ആദ്യം B2 എന്താ? 60 പ്ലസ് 365. അതിന് പകരം നമ്മളോട് എന്താക്കാൻ പറഞ്ഞു? 120 ആക്കാൻ പറഞ്ഞു. ഇങ്ങനെയാണുള്ളത്. മനസ്സിലായല്ലോ? അല്ലാതെ വായിച്ചിട്ട് എന്ത് വെക്കരുത്? വെറും 120 ദിവസം മാത്രം നോക്കി പോകരുത്. 60 പകരം 120 വായിക്കരുത്. ഓക്കെ അല്ലേ? ഓക്കെ. If stay in India 120 days or more but less than 182 days current previous അതൊക്കെ പറഞ്ഞു. 365 or more last then എന്താണ്? will be റെസിഡ്. ഇതാണ് ഇപ്പൊ പറഞ്ഞത്. ആ ബാക്കിയൊക്കെ നമുക്ക് നോക്കാം. അങ്ങനെയാണെങ്കിൽ അയാൾ 182 ദിവസത്തിന് താഴെയാണ്. എന്നിട്ട് ഈ 120 പ്ലസ് 365 ആണെങ്കിൽ അയാൾ റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡന്റ് ആണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് എന്ത് പറഞ്ഞിരുന്നത്? ആദ്യം ഇയാളെ B1 നിങ്ങൾ ചെക്ക് ചെയ്യ്. 182 താഴെയാണോ? മുകളിലാണെങ്കിൽ പഴയ പോലെ തന്നെ പോവുക. 182 താഴെയാണെങ്കിൽ അയാൾ 15 ലക്ഷത്തിൽ കൂടുതൽ ഇന്ത്യ ഉണ്ടോ നോക്കുക. അങ്ങനെയാണെങ്കിൽ റിവൈസ്ഡ് B2 നോക്കുക. റിവൈസ്ഡ് B2 നോക്കുക. റിവൈസ്ഡ് B2 നോക്കുകയാണെങ്കിൽ റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡന്റ് ആണ്. ഓക്കെ, അത്രേ ഉള്ളൂ. പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് തന്നെ പോവാം. അടുത്ത ഇതിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ചോദിക്കട്ടോ, അല്ലെങ്കിൽ ഞാൻ അടുത്ത പേജിലേക്ക് പോവാണ്. അടുത്ത പേജിൽ ഇതൊന്നും കൂടെ വ്യക്തമായി കാണിക്കുന്ന സിറ്റുവേഷൻ ആണ്. കാരണം ഓരോന്നും ഇങ്ങനെ വീണ്ടും വീണ്ടും സെയിം എടുത്തിടുന്നത് മനസ്സ് ഉറക്കാൻ തന്നെയാണ് കേട്ടോ. 120 ഡേയ്സ് ആണെങ്കിൽ 120 ഡേയ്സിന് താഴെയാണെങ്കിൽ ആരുടെ കേസാ പറയണത്? ഈ പറഞ്ഞ കേസ് തന്നെയാണ്. ഞാൻ വേറെ ഇക്കും പോയിട്ടില്ല. ഇന്ത്യൻ സിറ്റിസൺ അല്ലെങ്കിൽ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ. നിങ്ങൾക്ക് വെറുക്കുന്നുണ്ടോ? കാര്യമായിട്ട് ഞാൻ ചോദിക്കാണ് കേട്ടോ. ഞാൻ ഈ കേസുകൾ ഇങ്ങനെ മാറ്റി മനസ്സിൽ ഉറപ്പിക്കുക ചെയ്യുന്നത് എന്തിനാണ്? തീർച്ചയായിട്ടും അത് നിൽക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. ബുദ്ധിമുട്ടാവുണ്ടെങ്കിൽ നിങ്ങൾ പറയണം. 120 ദിവസത്തിന് താഴെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നോൺ റെസിഡന്റ് ആണ്. 120 ദിവസത്തിന് മുകളിൽ പോയി 181 ദിവസത്തിന് താഴെയാണെങ്കിൽ അവിടെയാണ് നമ്മൾ എന്ത് 120 പ്ലസ് 365 വർക്ക് ആവുന്നത്. അതിന് എന്തും കൂടെ വേണം? ഇന്ത്യൻ ഇൻകം 15 ലക്ഷം കൂടെ വേണം. ഇനി 182 ദിവസത്തിന് മുന്നേ പോവുകയാണെങ്കിൽ നമ്മൾ വേറെ ഒന്നും നോക്കണ്ട. അവിടെ ടോട്ടൽ ഇൻകം ഒന്നിനും പ്രസക്തി ഇല്ല. എന്താ നോക്കണ്ടേ? റെസിഡന്റ് ആൻഡ് ഓർഡിനറി റെസിഡന്റ് ആവും, അല്ലെങ്കിൽ റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡന്റ് ആവും. എങ്ങനെയാണെങ്കിൽ A1 നോക്കുക, A2 നോക്കുക. ഇത് രണ്ടും ഉണ്ടെങ്കിൽ A1 A2 റെഡി ആണെങ്കിൽ റോറായി. ഇത് അല്ലാന്നുണ്ടെങ്കിൽ റെസിഡന്റ് നോട്ട് ഓർഡിനറി റെസിഡന്റ് ആയി. ഇതന്നെയാണ് ഇപ്പൊ ഇതിലൊക്കെ പറഞ്ഞത്. കമന്റിൽ ഞാനൊന്ന് നോക്കട്ടെ, എന്നിട്ട് നമുക്ക് തിരിച്ചു വരാം. കൺഫ്യൂഷൻസ് ഇല്ലാതെ തന്നെ പോണത് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കമന്റിൽ ഒന്ന് വരിക എല്ലാവരും. കുറച്ച് ലേറ്റ് ആയിട്ടാ കയറിയത്. ഞാൻ റെക്കോർഡ് കേട്ടിട്ട് പിന്നെ ഓക്കെ 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 ഓക്കെ. ബാക്കി എല്ലാവർക്കും ഓക്കെ അല്ലേ? ബാക്കി എല്ലാവർക്കും ഓക്കെ അല്ലേ? എല്ലാവരും സ്പീഡായിട്ട് എത്ര ആളുകൾ ഇതിലുണ്ട്? എത്ര ആളുണ്ട് കമന്റ് ബോക്സിൽ? എത്ര ആൾ? നമ്മുടെ വീഡിയോയില് 33 ആളുകളുണ്ട്. അപ്പൊ എല്ലാവരുടെയും റെസ്പോൺസ് വരണം. എന്നാല് ഞാൻ അടുത്ത കുറച്ച് കേസുകളിലേക്ക് പോവാം. യെസ്. ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ ഞാൻ പറഞ്ഞത് ഡീംഡ് റെസിഡന്റ് ആണോ? ഇപ്പൊ ഞാൻ പറഞ്ഞ പോയിന്റ് ഡീംഡ് റെസിഡന്റിന്റെ പോയിന്റ് ആണോ? എടാ, ഇത് ഒരു പാവം സാധു ക്ലാസ് എടുക്കുകയാണ്.
ഓക്കെ ഓക്കെ. എടാ നിങ്ങൾ മൈക്ക് ഓഫ് ആക്കിട്ടോ, ഓനെ എന്ത് ചെയ്യല്ലേ? നിങ്ങൾ മൈക്ക് ജസ്റ്റ് ഒന്ന് ഓഫ് ആക്കിയടാ. യെസ്. യെസ്. ഇതാ അടുത്ത നമ്മുടെ ഡീംഡ് റെസിഡന്റിന്റെ കൺസെപ്റ്റിലേക്കാണ് വരുന്നത്. ഇതാണ് ഡീംഡ് റെസിഡന്റ്. ഇത് ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു, നോക്കുക. എന്താണ് ഡീംഡ് റെസിഡന്റ്? സെക്ഷൻ 6 സബ്സെക്ഷൻ 1A പറഞ്ഞ കാര്യമാണ്. എന്താണ്? എ പേഴ്സൺ ഷാൾ ബി ഡീംഡ് റെസിഡന്റ് ഇൻ ഇന്ത്യ ഇഫ് ദ ഫോളോയിങ് കണ്ടീഷൻസ് ആർ സാറ്റിസ്ഫൈഡ്. അത് നോക്കണം, നിങ്ങൾ ശ്രദ്ധിക്കുക. ഡീംഡ് റെസിഡന്റ് എന്ന് പറഞ്ഞാൽ നോൺ റെസിഡന്റ് ആയാൽ മാത്രമേ ഡീംഡ് റെസിഡന്റ് വരുള്ളൂ. ആ നോൺ റെസിഡന്റിന്റെ സാഹചര്യം ആവണമെങ്കിൽ അയാൾ എന്ത് ചെയ്യണം? B1 ഉണ്ടാവരുത്, B2 ഉണ്ടാവരുത്. B2 രണ്ടും ഇല്ലാത്ത സാഹചര്യത്തിലാണ് അയാൾ നോൺ റെസിഡന്റ് ആയത്. പക്ഷെ നമ്മൾ അയാൾ നോൺ റെസിഡന്റ് ആക്കാൻ റെഡിയാക്കൂല. അയാൾ എന്താണ്? ഡീംഡ് റെസിഡന്റ് ആണ്. എന്താണ്? പേഴ്സൺ ഓഫ് ഇന്ത്യൻ സിറ്റിസൺ. ഇത് ആക്ട് ഇങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് ഇന്ത്യൻ സിറ്റിസൺ എന്ന് മനസ്സിലാക്കിയാൽ മതി. രണ്ടാമത്തെ, ഇന്ത്യൻ ഇൻകം 15 ലക്ഷത്തിന് മുകളിൽ പോയിന്. അതുപോലെ തന്നെ വേറെ ഏത് രാജ്യത്തും അയാൾ ടാക്സ് കൊടുക്കണ്ട. അങ്ങനെയാണെങ്കിൽ അയാൾ റെസിഡന്റ് ബട്ട് നോട്ട് റെസിഡന്റ് ആയിരിക്കും എപ്പോഴും. ആൾവേസ് റെസിഡന്റ് ബട്ട് നോട്ട് റെസിഡന്റ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സെക്ഷൻ 6 സബ്സെക്ഷൻ 1 അപ്ലിക്കബിൾ അല്ല എന്ന് പറഞ്ഞ ഏതാ? സെക്ഷൻ 6 സബ്സെക്ഷൻ 1 ഏതാ? ഓർക്കുന്നുണ്ട് നിങ്ങള്? ഒന്നുമില്ല, നിങ്ങൾക്ക് സെക്ഷൻ ഞാൻ പഠിപ്പിച്ചില്ല. ഇത് B1 ഓർ B2 പറയുന്നതാണ്. B1 B2 പറയുന്നത് സെക്ഷൻ 6 സബ്സെക്ഷൻ 1 അപ്പൊ അത് അപ്ലിക്കബിൾ അല്ലാത്ത സാഹചര്യത്തിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ഈ ഡീംഡ് റെസിഡന്റ് വർക്ക് ആവുള്ളൂ. അല്ലെങ്കിൽ അയാൾ ഓട്ടോമാറ്റിക്കലി ബാക്കിയുള്ളതൊക്കെ കൺക്ലൂഡ് ചെയ്ത് വരണം എന്നുള്ളതാണ്. ഓക്കെ. അപ്പൊ ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? മറ്റൊരു കാര്യം നോക്കുകയാണ്. എന്താ മറ്റൊരു കാര്യം? ഇതാണ് ഞാൻ പറഞ്ഞ ഡീംഡ് റെസിഡന്റിന്റെ കാര്യം കേട്ടോ. ഇവിടെ ഇതാ കുറച്ചും കൂടെ ക്ലാരിറ്റിക്ക് ഈ ഒരു പിക്ചർ ഒന്നും കൂടെ എടുക്കുന്ന ആർക്കെങ്കിലും മിസ്സിംഗ് ആവുന്നുണ്ടെങ്കിൽ നോക്കാനാണ്. ഇതാണ് നമ്മുടെ ലാസ്റ്റ്. ഇതോടുകൂടെ എൻ്റെ എല്ലാ ഡിസ്കഷനും അവസാനിപ്പിച്ച് ഞാൻ പ്രോബ്ലത്തിലേക്ക് പോകും. ഓക്കെ. ജനറൽ കേസ് നമ്മൾ പഠിച്ച 152 ദിവസം വർക്കിംഗ് ആണോ? റെസിഡന്റ് ആണ്. വർക്കിംഗ് അല്ലേ? 60 + 365 നോക്കുക. യെസ് ആണോ? റെസിഡന്റ് ആണ്. അപ്പം ഇത് നോ ആണ്, ഇതും നോ ആണ്, നോൺ റെസിഡന്റ് ആണ്. പക്ഷെ ഈ 60ന്റെ അവിടെ ഒരു സ്റ്റാർ ഇട്ടുണ്ട് കണ്ടോ? 60ന്റെ അവിടെ ഒരു സ്റ്റാർ ഇട്ട് കണ്ടോ നിങ്ങള്? ആ 60ന്റെ അവിടെ സ്റ്റാർ ഇട്ട ആള് എന്താണ്? അവിടെ നോക്കണ്ടേ? 60ന് ചില എക്സെപ്ഷൻ കേസ് ഉണ്ട്. ആരൊക്കെയാണ്? ഇന്ത്യൻ സിറ്റിസൺ ലീവിങ് ഇന്ത്യ ആസ് എ ക്രൂ മെമ്പർ ഓഫ് ഷിപ്പ് അല്ലെങ്കിൽ എംപ്ലോയ്മെന്റ്, രണ്ടും കൂടെ ഒന്നിച്ചു പറഞ്ഞു. ഇവരാണെങ്കിൽ ഇവർക്ക് 152 ദിവസം മാത്രം നോക്കിയാൽ മതി. 152 ദിവസം വർക്കിംഗ് ആണെങ്കിൽ റെസിഡന്റ് ആണ്, വർക്കിംഗ് അല്ലെങ്കിൽ നോൺ റെസിഡന്റ് ആണ്. എന്നാൽ ഇന്ത്യൻ സിറ്റിസൺ അല്ലെങ്കിൽ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ, അതായത് ഇന്ത്യയിലേക്ക് വരുന്ന ആ ആളാണെന്നുണ്ടെങ്കിൽ, അതായത് മൂന്നാമത്തെ ആളാണെന്നുണ്ടെങ്കിൽ അയാളുടെ ഇൻകം 15 ലക്ഷത്തിന് മുകളിൽ പോവുണ്ടെങ്കിൽ 120 നോക്കണം. പക്ഷെ 120 നോക്കിയാൽ മാത്രം പോരാ, ഇവിടുന്ന് അല്ലേ സ്റ്റാർ ഇട്ട്. അപ്പൊ 365 അവിടെ വേണം കേട്ടോ. 120 + 365 നോക്കുക. അതുണ്ടെങ്കിൽ റെസിഡന്റ് ആണ്, അതില്ലെങ്കിൽ നോൺ റെസിഡന്റ് ആണ്. ഇനി 15 ലക്ഷത്തിന് മുകളിൽ പോകണില്ലെങ്കിൽ അയാളെ നമ്മൾ എന്താ നോക്കേണ്ടത്? 152 ദിവസം ഉണ്ടോ നോക്കുക. 152 ദിവസം ഉണ്ടെങ്കിൽ റെസിഡന്റ് ആണ്, അല്ലെങ്കിൽ നോൺ റെസിഡന്റ് ആണ്. ഇതോടുകൂടെ ഡീംഡ് റെസിഡന്റ് അല്ലാത്ത എല്ലാം ഒറ്റ പിക്ചറിൽ വന്നിട്ടുണ്ട്. എക്സെപ്ഷൻ കേസും ജനറൽ കേസും ഒറ്റ പിക്ചറിൽ വന്നിട്ടുണ്ട്. സെറ്റ് അല്ലേ? ഹെൽപ്ഫുൾ ആണോ? കമന്റ് ചെയ്യുക. കൺഫ്യൂഷൻ കൂടിയിട്ടില്ലല്ലോ എന്ന് മാത്രമല്ല, ഗ്രാഫ് കൊണ്ട് നിങ്ങൾക്ക് ഹെൽപ്പ് ആയിട്ടുണ്ടോ എന്ന് കമന്റ് ചെയ്യാം. ഗ്രാഫ് കൊണ്ട് ഹെൽപ്പ് ആയിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. ആ 120 ഒന്നുകൂടെ പറഞ്ഞേക്കോ? 120 എന്തോ ഒരു മിസ്സിങ്. ബാക്കിയൊക്കെ ക്ലിയർ ആണ്. B1 B2 A2. പക്ഷെ ആ സബ്സെക്ഷൻ വന്നില്ല. അപ്പൊ ഒരു ഏതാണ്? 60ന് പകരം 120 എന്ന് പറഞ്ഞതല്ലേ? ഓക്കെ, ഒറ്റ മിനിറ്റ്. 60ന് പകരം 120 ആവണ ആളെ നമ്മൾ ആദ്യം ഒന്ന് പറയാ. ആരാണ് ആള്? ആ ആള് എന്ന് പറയുമ്പം ആരാണ്? ഇന്ത്യൻ സിറ്റിസൺ അല്ലെങ്കിൽ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ. ഇത് നിങ്ങൾ ഡീംഡ് റെസിഡന്റിലേക്ക് കണക്ട് ചെയ്തിട്ടോ. ഡീംഡ് റെസിഡന്റ് വേറെ തന്നെയാണ്. അവിടെ ഡീംഡ് റെസിഡന്റ് ഇന്ത്യൻ സിറ്റിസൺ മാത്രമുള്ള കേസാ. ഇത് ഇന്ത്യൻ സിറ്റിസൺ ഓർ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ. ഇയാൾ എടുക്കുക. ഇയാളെ ഇൻകം 15 ലക്ഷത്തിന് മുകളിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ? റിവൈസ്ഡ് B2 ചർച്ച ചെയ്യുള്ളൂ.
ഇന്ത്യൻ ഇൻകം 15 ലക്ഷത്തിന് മുകളിൽ കേട്ടോ, ഈക്വൽ ടു ഇല്ല, 15 ലക്ഷത്തിന് മുകളിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ റിവൈസ്ഡ് B2 വർക്ക് ആവുള്ളൂ. റിവൈസ്ഡ് B2 വർക്ക് ആവുന്നുണ്ടെങ്കിൽ ഇന്ത്യൻ ഇൻകം ഉണ്ട്, അയാൾ ആദ്യം നമ്മൾ എന്ത് ചെക്ക് ചെയ്യും? B1 ചെക്ക് ചെയ്യും. B1 ചെക്ക് ചെയ്തിട്ട് വർക്കിംഗ് അല്ലെങ്കിൽ നമ്മൾ റിവൈസ്ഡ് B2ലേക്ക് വരും. റിവൈസ്ഡ് B2 എന്താണെന്നാ പറഞ്ഞത്? പ്രീവിയസ് ഇയറിൽ നമ്മൾ നേരത്തെ പഠിച്ച് 60 + 365 ആണെങ്കിൽ ഇവിടെ 60ന് പകരം 120 എന്നായിട്ടുണ്ട്. അപ്പൊ എന്താ ഉണ്ടാവുക? 120 + 365 എന്നായിട്ടുണ്ട്. ഈ കണ്ടീഷൻ നോക്കുക. ഈ കണ്ടീഷൻ ഇയാൾക്ക് വർക്കിംഗ് ആണെങ്കിൽ അയാൾ എന്താണ്? റെസിഡന്റ് ആണ്, പക്ഷെ നോട്ട് ഓർഡിനറി റെസിഡന്റ് ആണ്. ഇത്ര ഇതിലുള്ളൂ. ഇതും ഡീംഡ് റെസിഡന്റും നല്ല വ്യത്യാസമുണ്ട്, അജഗജാന്തരം വ്യത്യാസമുണ്ട്. ക്ലിയർ ആണോ? അല്ലേ? 50 ലാഖിന് മുകളിൽ പോകുമ്പോഴുള്ളൂ ഇത് നോക്കണ്ടേ? അല്ലെങ്കിൽ ജോഡി അതിന്റെ ഒപ്പമാണെങ്കിൽ മറ്റേ 3 സെക്ഷനെ പോലെ തന്നെ. അതെ, ഓക്കെ. 50 ലാഖിന് മുകളിൽ പോകുന്നുണ്ടെങ്കിൽ എന്ത് ചെക്ക് ചെയ്യണം? ആദ്യം B1 നോക്കണം. B1 വർക്കിംഗ് ആവുന്നില്ലെങ്കിൽ മാത്രമേ ഇങ്ങോട്ട് വരാൻ പാടുള്ളൂ. കാരണം നിങ്ങൾ B1 നോക്കണം എന്ന് പറഞ്ഞാൽ എന്താ? B1 നോക്കിയ ഒരു മനുഷ്യൻ ചിലപ്പോൾ എന്ത് ചെയ്യും? റെസിഡന്റ് ഓർ ഓർഡിനറി റെസിഡന്റും റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡന്റും ഉണ്ടാവും. പക്ഷെ B1 നോക്കാതെ ഇങ്ങോട്ട് പോയാൽ നിങ്ങൾക്ക് റെസിഡന്റ് നോട്ട് ഓർഡിനറി റെസിഡന്റ് മാത്രമേ ആൻസർ വരുള്ളൂ. അപ്പൊ ആദ്യം B1 നോക്കിയിട്ട് ഈ ഇതിലേക്ക് പോകണം. ആദ്യം B1 വർക്കിംഗ് അല്ലെങ്കിൽ മാത്രമേ ഇങ്ങോട്ട് പോകാൻ പാടുള്ളൂ കേട്ടോ. റെഡി അല്ലേ? ഓക്കെ, കേൾക്കുന്നുണ്ടടാ? കാരണം ഞാൻ പറയുന്നതൊക്കെ ബാക്കിയുള്ളവർ എനിക്ക് റീപ്ലൈ തരുന്നുണ്ട്. സെറ്റാണ്. ഓക്കെ, വെരി ഹെൽപ്ഫുൾ. ഓക്കെ, അപ്പൊ ഇനി എനിക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഡീംഡ് റെസിഡന്റ്. ഇനി ഒന്നും കൂടെ പറയണ്ടല്ലോ? ഡീംഡ് റെസിഡന്റ് ഒന്നും കൂടെ പറയണോ? നോ. ഓക്കെ, അപ്പൊ ഇനി ഞാൻ കുറച്ച് ക്വസ്റ്റ്യന് ചോദിക്കാം. ആ ക്വസ്റ്റ്യൻ ചോദിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും? ഇതാണെങ്കിൽ വായിച്ചിട്ടുമായിരുന്നുള്ളത് ഓരോന്നിനും ഓരോ വായ്പ. ഓക്കെ, എന്റെ ചോദ്യം ഇത്രേ ഉള്ളൂ. ഒരാള് എന്താണ്? ഇന്ത്യൻ സിറ്റിസൺ ആണ്. ആരാണ്? ഇന്ത്യൻ സിറ്റിസൺ ആണ്. കൃത്യമായിട്ട് കേൾക്കുക. ഇന്ത്യൻ സിറ്റിസൺ ആണ്. അടുത്ത ക്ലാസ് മുതൽ നമ്മൾ ടെക്സ്റ്റിലുള്ള ഓരോ ചോദ്യവും ആൻസറും ചെയ്തു പോകുമായിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഇന്ത്യൻ സിറ്റിസൺ ആണ്. കാരണം ഡിസ്കഷൻ ഒക്കെ കഴിഞ്ഞു. മെയിൻ ആയിട്ടുള്ള ഈ ചാപ്റ്ററിലെ ഇന്ത്യൻ സിറ്റിസൺ ആണ്. അയാള് കാലങ്ങളായിട്ട് USA-ലാണ്. എവിടെയാണ്? USA-ലാണ്. അയാള് ഈ വർഷം നവംബർ 1-ന് ഇന്ത്യ വിസിറ്റ് ചെയ്യാൻ വേണ്ടി വന്നു. അങ്ങനെയാണെങ്കിൽ എന്റെ ഒന്നാമത്തെ ചോദ്യം, ഈ ഒരു സാഹചര്യത്തിൽ അയാളുടെ ഇന്ത്യൻ ഇൻകം 13 ലക്ഷമാണ്. അങ്ങനെയാണെങ്കിൽ ഇയാളുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്താണ്? രണ്ടാമത്തെ ചോദ്യം, ഇന്ത്യൻ ഇൻകം എന്ന് പറയുന്നത് 16 ലക്ഷമാണ്. മൂന്നാമത്തത്, ഇന്ത്യൻ ഇൻകം 15 ലക്ഷമുണ്ട്. ഫോറിൻ ഇൻകം 20 ലക്ഷമുണ്ട്. എനിക്ക് ആദ്യം ആൻസർ കിട്ടേണ്ടത് ഒന്നാമത്തത് അയാള് എന്തൊക്കെയാ പറഞ്ഞത്? ഇന്ത്യൻ സിറ്റിസൺ ആണ്, കാലങ്ങളായിട്ട് USA-ലാണ്. അയാൾ ഇന്ത്യ വിസിറ്റ് ചെയ്യാൻ വേണ്ടി കേരളപ്പിറവിന്റെ അന്ന് വന്നു, നവംബർ 1-ന് വന്നു. ഇയാളുടെ ഇന്ത്യൻ ഇൻകം 13 ലക്ഷമാണ്. ഇയാള് റെസിഡന്റ് ആണോ? ഡീംഡ് റെസിഡന്റ് ആണോ? നോൺ റെസിഡന്റ് ആണോ? റെസിഡന്റ് ആണെങ്കിൽ 6 കമന്റ് ചെയ്യാം. എല്ലാവരും കമന്റ് ചെയ്യണേ. റെസിഡന്റ് ആണെങ്കിൽ 6 കമന്റ് ചെയ്യാം. ഡീംഡ് റെസിഡന്റ് ആണെങ്കിൽ DR കമന്റ് ചെയ്യാം. നോൺ റെസിഡന്റ് ആണെങ്കിൽ NR കമന്റ് ചെയ്യാം. ഒന്നാമത്തെ കേസ് മാത്രമേ എടുത്തിട്ടുള്ളൂ.
കമന്റിൽ വന്നോട്ടെ. വോയിസ് പറയുന്നവർക്ക് വോയിസും പറയാം, ചിലർക്ക് പറയാൻ മടിയുണ്ടാവും. അതുകൊണ്ടാണ്. ആർക്കും ഒന്നും മനസ്സിലായില്ലേ? ഒരു കമന്റും കാണില്ലല്ലോ. ഒന്നുകൂടെ പറഞ്ഞു. യെസ്, ക്വസ്റ്റ്യൻ ഇതാണ്. ഒരു ഇന്ത്യൻ സിറ്റിസൺ, അയാൾ കാലങ്ങളായിട്ട് കഴിഞ്ഞ ഒരു 10-20 കൊല്ലമായിട്ട് ഇന്ത്യയിലേക്ക് വന്നിട്ടേ ഇല്ല. അതാണ് കാലങ്ങളായിട്ട് ഉദ്ദേശിച്ചത്. ഇന്ത്യയിൽ വന്നിട്ടില്ല. അയാൾ ആദ്യമായിട്ട് കുറെ കാലത്തിന് ശേഷം ഇന്ത്യയിൽ വരുന്നതാണ്. വന്നത് 2024 നവംബർ 1-നാണ്. എന്തിനാ വന്നത്? ഇന്ത്യ ഒന്ന് വിസിറ്റ് ചെയ്യാൻ. അയാളെ മാതാപിതാക്കളെ ഖബർ അല്ലെങ്കിൽ മറ്റ് ശവക്കല്ലറൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യാനും കൂടെ ആയിട്ട് വന്നതാണ്. അയാൾ കഴിഞ്ഞ നവംബർ മുതൽ ഇന്ത്യയിലുണ്ട്. അതായത് ഇപ്പൊ ഒക്കെ ഇന്ത്യയിലുണ്ട്. മാർച്ച് 31 വരെ നമ്മൾ എടുത്താൽ മതിയല്ലോ. മാർച്ച് 31 വരെ അയാൾ ഇന്ത്യയിലുണ്ട് എന്ന് മനസ്സിലാക്കാം. അയാളുടെ ഇന്ത്യൻ ഇൻകം 13 ലക്ഷമാണ്. ഇയാൾ റെസിഡന്റ് ആണോ, ഡീംഡ് റെസിഡന്റ് ആണോ, നോൺ റെസിഡന്റ് ആണോ? അറിയുന്നവര് കമന്റ് ചെയ്തോളി. റെസിഡന്റ് വരുന്നുണ്ട്, നോൺ റെസിഡന്റ് വരുന്നുണ്ട്. ഓക്കെ, റിസൾട്ട് വ്യത്യസ്ത കാര്യങ്ങളായതുകൊണ്ട് തന്നെ ഞാൻ ഇതൊന്ന് വിശദീകരിക്കാം. ഇനി കമന്റ് വേണ്ട, ഞാൻ വിശദീകരിക്കുന്നു. ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഇങ്ങനെ മറുപടി തന്നാൽ മതി. ഇയാള് 2000 മറ്റു വോയിസ് ഉള്ളവരും മൈക്ക് ഓഫ് ചെയ്യണം കേട്ടോ. 2024-25 എത്ര ദിവസം ഇന്ത്യയിലുണ്ട്? എടാ മറ്റുള്ള മൈക്ക് ഓഫ് ആക്കി. അതെ, ഏത് വർഷമായാലും നമ്മൾക്ക് മാർച്ച് വരെ എടുക്കേണ്ടതുള്ളൂ, എത്ര ഉണ്ടെങ്കിലും. കാരണം ആ പ്രീവിയസ് ഇയർ 2024-25 എന്ന് പറഞ്ഞാൽ 1-4-2024. ആരാണത് ഓഫ് ചെയ്യും? ആരുടെ ഇതിന്ന് പുറത്തുനിന്നുള്ള ഇത് വരുന്നുണ്ട്? ഇപ്പം തൽക്കാലം എല്ലാവരും ഞാൻ പിടിച്ച് അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. എന്താ പറഞ്ഞേ? നോക്കാം. ഞാൻ എടുത്ത അല്ലെങ്കിൽ തന്നെ ഞാൻ ലാഗാണ്. എന്നിട്ട് ഓക്കെ, ഈ ഒരു ഇതിൽ ഏതൊക്കെ ദിവസം ഉണ്ട്? നവംബർ 1-ന് വന്നു കഴിഞ്ഞാൽ നവംബർ മാസം 30 ദിവസം അയാൾ ഇന്ത്യയിലുണ്ട്. ഡിസംബറിൽ 31 ഉണ്ട്. ജനുവരിയിൽ 31 ഉണ്ട്. ഫെബ്രുവരിയിൽ 28 ഉണ്ട്. മാർച്ചിൽ 31 ഉണ്ട്. ഇയാൾ B1 സാറ്റിസ്ഫൈഡ് ആണോ? എല്ലാവരും ഒന്ന് കമന്റ് ചെയ്തേ. B1 സാറ്റിസ്ഫൈഡ് ആണോ അല്ലേന്ന് എല്ലാവരും കമന്റ് ചെയ്തേ. B1 സാറ്റിസ്ഫൈഡ് ആണോ? അല്ല. B1 182 ദിവസം വേണ്ടേ? ഇത് എത്ര ഉള്ളത്? 151. B1 സാറ്റിസ്ഫൈഡ് അല്ല. എന്റെ അടുത്ത ചോദ്യം, ഇയാൾ B2 സാറ്റിസ്ഫൈഡ് ആണോ അല്ലേന്ന് നോക്കണോ? നോക്കണ്ട. അയാൾ ആദ്യമായിട്ടല്ലേ വരുന്ന ഇന്ത്യക്ക്. അയാൾ ഇന്ത്യയിലേക്ക് വരുന്ന അയാൾ USA-യിലുള്ള ഇന്ത്യൻ സിറ്റിസൺ ആണ്. അയാൾ ഇന്ത്യ വിസിറ്റ് ചെയ്യാൻ വരികയാണ്. പ്രാക്ടിക്കലി അയാൾ 360 ഉണ്ടോന്നൊക്കെ നോക്കാൻ പോകണോന്ന് ചിന്തിക്കാനേ പാടില്ല. കാരണം എന്താ, നമ്മുടെ 182 ദിവസം മാത്രം ബാധിക്കുന്ന B1 മാത്രം അപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു ടീമുണ്ട്. അതിൽ ആരൊക്കെ എണ്ണീണ്? ഇന്ത്യൻ സിറ്റിസൺ, എംപ്ലോയ്മെന്റ് പർപ്പസിന് ഇന്ത്യക്ക് പുറത്തു പോയാള്. രണ്ടാമത്തെ ഇന്ത്യൻ സിറ്റിസൺ, ഇന്ത്യൻ ഷിപ്പിൽ വർക്ക് ചെയ്യുന്ന ആള്. മൂന്നാമത്തത് ഇന്ത്യൻ സിറ്റിസൺ അല്ലെങ്കിൽ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ. ഇവർ കംസ് ഓൺ എ വിസിറ്റ് ഇന്ത്യ വിസിറ്റ് ചെയ്യാൻ വരികയാണ്. ആ മൂന്നാമത്തെ കേസിൽ ഇയാൾ വന്നിട്ടില്ലേ? നോക്കണ്ടല്ലോ. B2 നോക്കണ്ട. ഇനി B2 നോക്കിയാലും സാറ്റിസ്ഫൈഡ് ആവില്ല. പക്ഷെ B2 നോക്കാൻ പോവരുത്. നിങ്ങൾ B2 നോക്കാൻ എക്സാം ആളിൽ പോയി കഴിഞ്ഞാൽ എക്സാമിനർ ഒരു കാര്യം മനസ്സിലാക്കി, ഈ ചങ്ങായിക്ക് എന്താ അറിയില്ല, ലോ അറിയില്ല. കാരണം എന്താ, B2 നോക്കി ടൈം കളയാനേ പാടില്ല. കാരണം ഇന്ത്യൻ സിറ്റിസൺ ആണ്, ഇന്ത്യ വിസിറ്റ് ചെയ്യാൻ വന്നതാണ്. ഇനി നമ്മുടെ ചോദ്യം, ഇയാൾക്ക് B1 വർക്കിംഗ് അല്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ എന്തിലേക്ക് പോകും? റിവൈസ്ഡ് B2 വർക്കിംഗ് ആണോ നോക്കണം. റിവൈസ്ഡ് B2 ആർക്കാ വർക്കിംഗ് ആവുക?
റിവൈസ്ഡ് B2 ആർക്കാ വർക്കിംഗ് ആവുക? ഇൻകം 15 lakhsന് അത് ഈ മേലെ. അപ് ടു 50 ലാക്ക് ഉള്ളവർക്കല്ലേ, അതായത് രണ്ടാമത്തെ കേസിലല്ലേ പെടുള്ളൂ, ഇതില് പെടൂലല്ലോ. ഇത് 13 ലക്ഷമല്ലേ ഇതിൽ ഉള്ളൂ. വരില്ല. 13 ലക്ഷമേ ഉള്ളൂ. ഇവർക്ക് 15 ലക്ഷത്തിന് മുകളിൽ പോകണം. 15 ലക്ഷത്തിന് മുകളിൽ പോയിട്ടുണ്ടോ? ഇല്ല. ഇല്ല, 13 ഇല്ല. ലക്ഷം ഉള്ളൂ. ഇനി എല്ലാവരും കമന്റ് ചെയ്യുക, ഇയാളുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്താണെന്ന് എല്ലാവരും കമന്റ് ചെയ്യുക. ഞാൻ ആദ്യം പറഞ്ഞു. ഓക്കെ, കമന്റ് ചെയ്തോളൂ. ആൻസർ ഇങ്ങോട്ട് വരട്ടെ. ഇപ്പൊ എല്ലാരും സെറ്റ് അല്ലടാ? നിങ്ങള് ഒരു ക്വസ്റ്റ്യൻ കിട്ടിയ എല്ലാതും മനസ്സിലേക്ക് കൊണ്ടുവരണം കേട്ടോ. നോൺ റെസിഡന്റ്, അതെ, എനിക്ക് ഇങ്ങനെ ഒരു ഏകപക്ഷീയമായിട്ടുള്ള ഒരു ആൻസറാണ് കിട്ടേണ്ടത്. എല്ലാവരും ഒരേ ആൻസറിലേക്ക് വന്നാലേ നമ്മള് പരിപാടിയുടെ അവസാനിപ്പിക്കുള്ളൂ. അതുകൊണ്ട് ഓക്കെ, ഇനി രണ്ടാമത്തെ നോക്കുക. ഇന്ത്യൻ ഇൻകം, ഇതേ ആളിനെ ഇന്ത്യൻ ഇൻകം 16 ലക്ഷമാണ്. അയാളുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്താ, റെസിഡന്റ് ആണോ, നോൺ റെസിഡന്റ് ആണോ, ഡീംഡ് റെസിഡന്റ് ആണോ? ഇന്ത്യൻ ഇൻകം 15 ലക്ഷം വന്നിട്ട് കമന്റ് ചെയ്തോളി. അയാളുടെ ഇൻകം 16 ലക്ഷം. ഇതേ വ്യക്തി, കേസ് ഒന്ന് മാറി. എന്താ കേസ്? ഇന്ത്യൻ ഇൻകം 16 ലക്ഷം ഉണ്ട്. അയാൾ എന്താണ്? കമന്റ് ചെയ്തോളിടാ. ഈ ഡീംഡ് റെസിഡന്റ് എന്താന്നൊക്കെ വല്ലാണ്ട് കത്തിയിട്ടില്ല, അതുകൊണ്ട് അല്ല, ഡീംഡ് എത്തിയിട്ടില്ല. ഇപ്പൊ തൽക്കാലം ഇതില് ഡീംഡ് റെസിഡന്റ് വരൂല എന്ന് മനസ്സിലാക്കാം. അപ്പൊ നോൺ റെസിഡന്റ് അല്ല, ഇന്ത്യൻ സിറ്റിസൺ ആണ്, 16 ലക്ഷം ഉണ്ട്. ഇല്ലായിരുന്നെങ്കിലുള്ള അവസ്ഥ എന്താ? അയാൾ B1 സാറ്റിസ്ഫൈഡ് ആവുന്നുണ്ടോ? ഡീംഡ് റെസിഡന്റിലേക്ക് വരാം കേട്ടോ, നമുക്ക് നോക്കാം. നിങ്ങൾ B1 സാറ്റിസ്ഫൈഡ് അല്ല. ഇയാളുടെ റിവൈസ്ഡ് B2 നോക്കണോ വേണ്ട? അതൊന്ന് കമന്റ് ചെയ്തേ. റിവൈസ്ഡ് B2 നോക്കണം, കാരണം എന്താ വെച്ചാൽ 16 ലക്ഷം ഉണ്ടല്ലോ. 16 ലക്ഷം ഉണ്ട്. അപ്പൊ റിവൈസ്ഡ് B2 നോക്കി കഴിഞ്ഞാൽ 120 + 365 വർക്കിംഗ് ആണോ? അല്ല. 120 കിട്ടും. ഇല്ല. അപ്പോ ഇനിയാണ് നമ്മുടെ ഡീംഡ് റെസിഡന്റിന്റെ കൺസെപ്റ്റിലേക്ക് വരുന്നത്. ഈ വ്യക്തി B1 സാറ്റിസ്ഫൈഡ് ആണോ? അല്ല. B2 സാറ്റിസ്ഫൈഡ് ആണോ? അല്ല. അടുത്ത കേസ്, ഇയാൾക്ക് 15 ലക്ഷത്തിന് മേലെ ഇന്ത്യൻ ഇൻകം കിട്ടിയണോ? കിട്ടീണ്. അതേപോലെ ഇയാൾ വേറെ എവിടെയെങ്കിലും ടാക്സ് കൊടുത്തണോ ഇല്ലേന്ന് നമ്മോട് പറഞ്ഞിട്ടില്ല. അതും കൂടെ നിങ്ങൾ അസ്യൂം ചെയ്യുക. വേറെ എവിടെയും ടാക്സ് കൊടുത്തിട്ടില്ല. എന്ത് ചെയ്തിട്ടില്ല? കൊടുത്തിട്ടില്ല. ഇയാൾ എന്താണ്? അങ്ങനെയാണെങ്കിൽ വേറെ എവിടെയും ടാക്സ് കൊടുത്തിട്ടില്ല എന്നുള്ളതും കൂടെ വരികയാണെങ്കിൽ, അതുകൊണ്ടാണ് ഈ കേസിൽ ഇപ്പൊ ഞാൻ എന്ത് വരൂല എന്ന് പറഞ്ഞത്, ഡീംഡ് റെസിഡന്റ് വരൂല എന്ന് പറഞ്ഞത്. അയാൾ വേറെ എവിടെയും ടാക്സ് കൊടുത്ത ഇൻഫർമേഷൻ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ലല്ലോ. ഇപ്പൊ ഞാൻ പറഞ്ഞു, അതുകൊണ്ട് നിങ്ങൾ പറ, അയാൾ ഇനി എന്താണ്? റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡന്റ്. ഡീംഡ് റെസിഡന്റ് ആയാൽ ആൾവേസ് എന്താ? റെസിഡന്റ്, നോട്ട് ഓർഡിനറി റെസിഡന്റ്. അല്ലേ? റെസിഡന്റ്, നോട്ട് ഓർഡിനറി റെസിഡന്റ്, ഓൾവേസ്. ആൾവേസ് ഇതാണ്. അടുത്തത് ഇതാകെ പരന്ന് കിടക്കുന്നുണ്ട് അല്ലേ? അടുത്തത് ഇന്ത്യൻ ഇൻകം 15 ലക്ഷം ഉണ്ട്, ഫോറിൻ ഇൻകം 20 ലക്ഷം ഉണ്ട്. ഇതേ മനുഷ്യൻ തന്നെ. ഇയാൾ എന്താ പറയാനുള്ളത്? ഇന്ത്യൻ ഇൻകം 15 ലക്ഷം ഉണ്ട്, ഫോറിൻ ഇൻകം. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഇതിൽ ഏതിലാ കൺഫ്യൂഷൻ? ഇന്ത്യൻ ഇൻകം 15 ലക്ഷം എന്ന് പറഞ്ഞു കൊടുത്താണോ കൺഫ്യൂഷൻ? അതല്ല ഫോറിൻ ഇൻകം വേറെന്തോ ഉണ്ട് എന്ന് പറഞ്ഞു കൊടുത്താണോ കൺഫ്യൂഷൻ? ഇല്ല സർ, നിങ്ങൾ പറഞ്ഞില്ലേ ഈ 15 വരെ ഓക്കെയാണ്. അതിന്റെ അങ്ങോട്ട് ആദ്യം പറഞ്ഞതൊക്കെ ഓക്കെയാണ്. അതിങ്ങോട്ട് കൂടിയില്ലേ,
അതായത് 15ന്റെ മുകളിൽ കൂടി അതേപോലെ ഫോറിനിൽ എവിടെയെങ്കിലും ടാക്സ് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ അയാള് വിസിറ്റ് ചെയ്യാൻ വന്നിട്ട് കുറച്ച് ഡേയ്സ്, അങ്ങനെയുള്ള ആ ഒരു ഈ രണ്ട് ഓപ്ഷനില്ലേ, അതിൽ 16 അതേപോലെ ഫോറിൻ ഇൻകം ഒരു 20 ലക്ഷം ഉണ്ട് പറഞ്ഞില്ലേ, അപ്പൊ അയാൾ അവിടെ ടാക്സ് കൊടുക്കണ്ടാവൂലേ? ടാക്സ് കൊടുക്കുന്നുണ്ടാവില്ല എന്നുള്ളിടത്താണ് കൺഫ്യൂഷൻ. ഞാൻ അതിലേക്ക് വരാം. ടാക്സ് കൊടുക്കുന്നത് അവിടെ കേട്ടെ. ഇന്ത്യൻ ഇൻകം 15 ലക്ഷം ഉണ്ട്, ഫോറിൻ ഇൻകം 20 ലക്ഷം ഉണ്ട്. ടാക്സ് കൊടുക്കണില്ല എന്ന് ആദ്യം വെക്കി. ടാക്സ് കൊടുക്കുന്നില്ല, വേറെ എവിടെയും ടാക്സ് കൊടുക്കുന്നില്ല. എടാ, ഇതിനകത്ത് ടാക്സ് കൊടുക്കുന്നില്ല. ഒരു മിനിറ്റ്. അതായത് സൗദി, ദുബായ് പോലത്തെ ഒരുപാട് രാജ്യങ്ങളുണ്ട്. അവിടെ ഒന്നും ഇൻകം ടാക്സ് എന്ന് പറഞ്ഞ കാര്യമില്ല. അപ്പൊ ഫോറിൻ ഇൻകം കിട്ടിക്കഴിഞ്ഞാൽ അവിടെ ടാക്സ് കൊടുക്കൂല. അത് നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ. കുറെ രാജ്യങ്ങളുണ്ട്. ഇങ്ങനത്തെ ആളുകൾ എന്താ ചെയ്യാന്നറിയോ? ഉടായ്പ കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ രാജ്യങ്ങൾ കുറച്ചാളും താമസിക്കും. കുറെ സ്കാൻഡിനേവിയൻ കൺട്രീസുകളുണ്ട്, അവിടെ പോയി താമസിക്കും. അപ്പം ഇനി നോക്കുക, ഇന്ത്യൻ ഇൻകം 15, ഫോറിൻ ഇൻകങ്ങൾ നോക്കണ്ട. ഇന്ത്യൻ ഇൻകം 15 ലക്ഷം ഉണ്ട്. ഇയാൾ വേറെ എവിടെയും ടാക്സ് കൊടുക്കുന്നില്ല. ഇയാൾ ഇന്ത്യൻ സിറ്റിസൺ ആണ്. ഇയാള് റെസിഡന്റ് ആണോ നോൺ റെസിഡന്റ് ആണോ ഡീംഡ് റെസിഡന്റ് ആണോ? എന്താ നോൺ റെസിഡന്റ് ആവാൻ കാരണം? അയാൾക്ക് 15 ലക്ഷമാണ്. ഈ കേസിൽ B2 നോക്കേ വേണ്ട, B1 സാറ്റിസ്ഫൈഡ് അല്ല, പിന്നെ 15 ലക്ഷമാണ്. അപ്പൊ ഉറപ്പല്ലേ നോൺ റെസിഡന്റ്? അയാൾ എന്തില്ല, 15 ലക്ഷത്തിന് മുകൾക്ക് പോയിട്ടില്ല. B1 മാത്രമേ നോക്കിയാൽ മതി. റിവൈസ്ഡ് B2 നോക്കണോ? വേണ്ടല്ലോ. അല്ലെങ്കിൽ സാധാ B2 നോക്കണോ? ഒന്നും നോക്കണ്ട. അയാൾ ആകെ എന്തിലേ നോക്കണ്ടോ? ഇതാണ് കൺസെപ്റ്റ്. ഇത്രേ ഉള്ളൂ. നമ്മൾ ടൈം എത്രയായി? 11 തൽക്കാലം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കാര്യങ്ങൾ ക്ലിയർ ആണോ അല്ലേ എന്നുള്ളതാണ് എനിക്ക് കിട്ടേണ്ടത്. പിന്നെ പ്രോബ്ലംസ് ഒക്കെ നമ്മൾ വരുന്നേ ഉള്ളൂ കേട്ടോ. കൺസെപ്റ്റ് സെറ്റ് ആയതിനു ശേഷം ഇതുപോലെ എക്സാമിനർ പിന്നെ നമ്മുടെ ഇതിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യുക, അതോടുകൂടി അവസാനിപ്പിക്കുക. ഇനി നാളത്തെ ക്ലാസ് അത് നമ്മൾ നോക്കിയിട്ട് എന്താണ് ഫുൾ ക്വസ്റ്റ്യൻ ചെയ്യലായിരിക്കും. അതിനാണ് ആദ്യം ഈ ഇത് റെഡി ആവുക എന്ന് പറഞ്ഞത്. സെറ്റല്ല? എല്ലാവരും ഓക്കെ ആണെങ്കിൽ ഓക്കെ കമന്റ് ചെയ്തോളി. ആർക്കെങ്കിലും ഇനിയും കിട്ടാത്തുണ്ടെങ്കിൽ ഞാൻ അവസാനത്തെ ആള് പോകുന്ന വരെ ഇവിടെ ഉണ്ടാവും. നിങ്ങൾക്ക് ഇവിടെ ഇരിക്കാം, ഇവിടെ നിൽക്കാം. ഞാൻ ഇപ്പൊ കുറച്ചു നേരം ഫ്രീ ആണ്, അതുകൊണ്ടാണ് പറഞ്ഞത്. അവിടെ ഒരു പ്രശ്നം, പിന്നെ 50 ലാഖിന് മുകളിൽ കൂടുമ്പോ ഉള്ള അതിലൊരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ട്. ഞാൻ ക്ലാസ് പകുതിയായിട്ട് എത്തിയത്, അതുകൊണ്ടാ വലിയ ഒരു ക്ലാരിറ്റി കിട്ടാത്തത്. ഓക്കെ, ഞാൻ റെഡിയാക്കി തരാം. അപ്പം ഓക്കെ ആയ ആൾക്കാരൊക്കെ ഇറങ്ങിപ്പോയിക്കോളൂ. ഓക്കെ ആയാലൊക്കെ ഇറങ്ങിപ്പോയിക്കോളൂ. ഞാൻ റെക്കോർഡിംഗ് ഓഫ് ആക്കാണ്. റെക്കോർഡിങ്സിൽ അത്യാവശ്യം കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ച് കഴിഞ്ഞതാണ്, അതുകൊണ്ട് റെക്കോർഡിംഗ് ഓഫ് ആക്കാം.